എല്ലാവർക്കും നമസ്കാരം. ഭക്ഷണപ്രേമികളായിരിക്കും മുന്നിലിരിക്കുന്നതെന്ന് അറിയാം. നാടൻ ശാപ്പാടാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. നാടൻ ഫുഡ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ 2005 2006 ടെലിവിഷനിലെ പരിപാടികളുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ചൈനക്കാർ അവരുടെ ഫുഡ് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. നമ്മുടെ ഫുഡ് അങ്ങനെ ചൈനക്കാരുടെ ഒരു ഇത് വന്ന പോലെ നമ്മുടെ ഫുഡ് പ്രചരിച്ചിട്ടില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഫുഡ് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രണ്ടാൾക്കാരാണ് എൻ്റെ രണ്ട് സൈഡിലും ഇരിക്കുന്നത്. ഒരുപാട് സന്തോഷം. എന്നോടൊപ്പം ഷെഫ് തോമസ്. അദ്ദേഹം ഞാൻ പിച്ച വെച്ച് തുടങ്ങിയ കാലത്ത് എന്ന് വെച്ചാൽ ഞാൻ 78-ലാണ് ജനിക്കുന്നത്. 82 83 ആയിരിക്കും സാർ പഠിക്കുന്ന സമയമെന്ന് എനിക്ക് തോന്നുന്നു. അന്നാണ് പുള്ളി ചെന്നൈയിലെ കാറ്ററിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അദ്ദേഹം ഇത് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പിച്ച വെച്ചുകൊണ്ടിരിക്കുന്ന സമയം, എനിക്കൊരു 3-4 വയസ്സുള്ള സമയത്ത് കോഴ്സ് പൂർത്തിയാക്കി ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിയ ആളാണ്. പിന്നെ ഒരുപാട് വർഷം, 24 വർഷം ഷെഫ് താജ് ഗ്രൂപ്പിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 16 വർഷമായിട്ട് ഇപ്പോൾ പാരഗൻ്റെ കോർപ്പറേറ്റ് ഷെഫാണ്. പിന്നെ ഇദ്ദേഹം സ്വിസ് ബാങ്കിൽ ജീവനക്കാരനായിരുന്നു. ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ച ആളാണ്. ഇപ്പോൾ ഓരോ മാസവും സ്വിസ് ബാങ്കിൽ നിന്ന് ഓരോ മാസവും ആദ്യത്തെ ആഴ്ചയിൽ പോക്കറ്റ് നോക്കുമ്പോഴത്തേക്ക് പോക്കറ്റ് ഫുള്ളായിരിക്കുന്ന ആൾ ഇപ്പോൾ 1-ാം തീയതി ആകുമ്പോഴത്തേക്ക് പോക്കറ്റ് കാലിയായിരിക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിന്നെ സബ്ജക്റ്റിലേക്ക് വരാം. എനിക്ക് പിന്നെ ആദ്യത്തെ എൻ്റെ രുചിയാത്രകളിൽ കിട്ടിയ ആദ്യത്തെ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു സ്വാദെന്ന് പറയുന്നത് വടകര ആണുങ്ങളുടെ ഒരു ഫുഡാണ്. ഫുഡെന്ന് തുടങ്ങാം. കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? കാലിച്ചായ മാത്രം കുടിച്ചിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഭാഗ്യം, രക്ഷപ്പെട്ടു. അല്ല, സമാധാനമായി. ഈ വടകരയിലെ വടകര പ്രദേശത്തെ ആണുങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് കായും കോയി എന്ന് പറയുന്നത്. നേന്ത്രക്കായും കോഴിയാണ് ഇതിൻ്റെ പ്രധാന ചേരുവകൾ. ഏതെങ്കിലും ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഒന്ന് മിനുങ്ങാനൊക്കെ ആയിട്ട് കുറച്ച് ആണുങ്ങൾ കൂടി, അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ എന്തെങ്കിലും ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് പൊങ്കാല ഇടാനോ ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ആണുങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടി ഒന്നുകിൽ ഒരു ഉത്സവമാക്കി മാറ്റാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ആണുങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് കായും കോയും. ഒരു കംപ്ലീറ്റ് മീലായിട്ടും ഇതിനെ കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളമിടാത്ത നേന്ത്രക്കായ അത് തൊലിയോടുകൂടി ഇതിനകത്തേക്ക് ചേർക്കും. നാടൻ കോഴി ചേർക്കും. എവിടെന്നെങ്കിലും ഒരു വാർപ്പ് എന്ന് വെച്ചാൽ ഒരു ഉരുളി വാടകയ്ക്ക് എടുത്ത് കൊണ്ടുവരും. എന്നിട്ട് പച്ച മടൽ വെട്ടിയിട്ടാണ് ഈ സാധനം ഇളക്കുന്നത്. ഇതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടില്ല. പച്ച മസാലകളാണ്. ഇതെല്ലാം കൂടി ഇട്ട് ഈ കായും കോഴിയും എല്ലാം കൂടി ഇളക്കി എടുക്കുന്ന ഒരു സാധനമുണ്ട്. ഒരു കുറുക്ക് പോലെ ഇരിക്കും സാധനം, കിച്ചടി പോലെ ഇരിക്കും സാധനം. ഒരു രക്ഷയില്ലാത്ത സ്വാദാണ്. ഞാൻ എൻ്റെ രുചിയാത്രയിൽ കഴിച്ചതിന് ശേഷം വടകര പല ആണുങ്ങളോടും ഞാൻ ചോദിച്ചു നോക്കി, കായും കോയും ഉണ്ടാക്കാൻ അറിയോ? ഇപ്പോൾ കായും കോയും ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെയും ചോദിച്ചു, ഓതൻറ്റിക് കായും കോയും ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഷെഫിനറിയാമോ കായും കോയും ഉണ്ടാക്കാൻ? ഇല്ല. അതെ, ഷെഫ് ചേലക്കരക്കാരനാണ്, തൃശ്ശൂരുകാരനാണ്, ഇത് കോഴിക്കോടുകാരനാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേ. കായും കോയും ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അസാധ്യമായ രുചിയാണ്. ഇതുപോലെ അസാധ്യങ്ങളായ ഒരുപാട് രുചികൾ ഷെഫും ഓർക്കുന്നുണ്ടാവും, അതുപോലെ അനീസും ഓർക്കുന്നുണ്ടാവും. ഞാൻ ഇനി നമ്മുടെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആൾ ഷെഫാണ്. ഷെഫിൻ്റെ രുചിയോർമ്മകളിലേക്ക് ഒന്ന് പോകാനായിട്ട് ക്ഷണിക്കുകയാണ് ഷെഫിനെ. എല്ലാവരെയും കാണാൻ പറ്റിയതും കലേഷ് ഇവിടെ പറഞ്ഞൊരു സംഗതി, ഭക്ഷണത്തിൽ ഇദ്ദേഹം, ഞാൻ 40 വർഷമായിട്ട് 40-41 വർഷത്തോളമായി ഈ മേഖലയിലുണ്ടെങ്കിലും എന്നേക്കാൾ കൂടുതൽ നാടൻ രുചികൾ രുചിച്ച ഒരാളാണ്, അല്ലെങ്കിൽ അതിന് ആ മേഖലയിൽ കൂടുതൽ പരീക്ഷണം നടത്തിയ ഒരാളാണ് കലേഷ്. അപ്പോൾ കലേഷ് ഈ പറഞ്ഞ ഒരു വിഷയം, ഇപ്പോൾ നമ്മൾ നാട്ടിൻപുറത്തുണ്ടാക്കുന്ന ചില അപൂർവമായിട്ടുള്ള ചില വിഭവങ്ങൾ,
ഇത് നമ്മൾ പല സ്ഥലത്തും നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കാണാം, ചില നാട്ടിൻപുറത്ത് പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. അവിടെ നമുക്കതിന് വളരെയധികം ടേസ്റ്റും തോന്നും. ടേസ്റ്റ് പലപ്പോഴും റിലേറ്റീവ്ലി ഒരു സെൻസും കൂടെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ റിലേറ്റീവായിട്ട് നമുക്ക് ടേസ്റ്റിനെ കാണാൻ പറ്റുള്ളൂ. ഓരോ ആളുകളും നമ്മൾ ജീവിതത്തിൽ ആരംഭകാലങ്ങളിൽ രുചിച്ച ചില സംഗതികൾ ഇപ്പോഴും ഓർമ്മയുണ്ടാവും. നമ്മൾ എത്ര ചെയ്താലും അത്ര ആവുന്നില്ല എന്നുള്ളൊരു പ്രതീക്ഷ, ഒരു നമ്മുടെ അമ്മയോ അമ്മുമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ ഉണ്ടാക്കിയ ആ ടേസ്റ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അപ്പം ഞാനതിന് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കാലത്ത് വളരെ അപൂർവമായൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇന്നലെ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരു സാധാരണ നമ്മൾ സ്റ്റിക്ക് ഐസ് ഉണ്ടല്ലോ, മെമ്മറീസ് പോലെയുള്ള ഐസ്, കൊലൈസ് പോലെയുള്ള ഒരു സാധനം കഴിച്ചു, വഴിയിൽ കണ്ടപ്പോൾ വാങ്ങിച്ചു കഴിച്ചത്. അപ്പോൾ നമ്മൾക്ക് തോന്നി നമ്മളെല്ലാം ചെറുപ്പത്തിൽ ഒരു പാലൈസ്, സേമിയ പാലൈസൊക്കെ കഴിച്ചിട്ടുണ്ട്. ആ ടേസ്റ്റിൻ്റെ അത്ര എത്തിയിട്ടില്ല എന്ന് നമുക്കൊരു തോന്നൽ. ഇത് നല്ല സാധനമാണ്, പക്ഷേ എന്താ കാരണം എന്ന് വെച്ചാൽ പാലൈസിന് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് രുചി ഉണ്ടായതുകൊണ്ടല്ല, ഒരു സംഗതി ഉണ്ടായതുകൊണ്ടല്ല. അന്നത്തെ കാലത്ത് അത് അപൂർവമായിരുന്നൊരു സാധനം. നമുക്ക് ആ ടേസ്റ്റ് അന്ന് 5 പൈസയ്ക്ക് മറ്റേ സാധാരണ കോലൈസും 10 പൈസയാണെങ്കിൽ പാലൈസും കിട്ടുന്ന സമയത്ത് ഈ പാലൈസ് വാങ്ങിക്കുക എന്നുള്ളതും അതിൻ്റെ ടേസ്റ്റും ഇപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നത് നമുക്ക് ആ കാലത്ത് നമുക്ക് അപൂർവമായൊരു ടേസ്റ്റായിരുന്നു. അതൊരു കാര്യം. രണ്ടാമത്, ഏതൊരു ടേസ്റ്റും നമ്മൾ അച്ചീവ് ചെയ്യുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ഡെവലപ്മെൻറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്, തുടർച്ചയായിട്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റിന് പോലും ആദ്യം കഴിച്ചൊരു ടേസ്റ്റ് പിന്നീട് കഴിച്ചപ്പോൾ അതിൻ്റെ ഉയർന്ന രുചിയല്ലാതെ നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് ആർജിക്കാൻ കഴിയില്ല വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും അതിനെ കമ്പയർ ചെയ്യും. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ കലേഷയുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ വളരെ 3-4 പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ കൊണ്ടുപോയിട്ടൊരു കടയെ കൊണ്ടുപോയി. അന്ന് അങ്ങനെ പുറത്തൊന്നും കടയില്ല, ചെറിയൊരു കടയാണ്. അവിടെ പോയൊരു മട്ടൻ ചാപ്സ് വാങ്ങിച്ചു തന്നു. ആദ്യമായിട്ടാണ് ഞാൻ മട്ടൻ ചാപ്സ് ജീവിതത്തിൽ കഴിക്കുന്നതെന്ന്. അപ്പോൾ ആ ടേസ്റ്റ് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അത് തിരിച്ച് ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല, ഞാൻ ഉണ്ടാക്കിയിട്ടും എനിക്കതിൻ്റെ കൃത്യമായിട്ട് അറിയുന്നില്ല. ഞാൻ ആ ഒരു സാധനത്തിന് പിന്നീട് നിങ്ങൾക്ക് സൽക്കാര, എറണാകുളത്തുള്ള സൽക്കാരയുണ്ട്, നമുക്ക് എയർപോർട്ടിന് പോകുന്ന സ്ഥലത്ത് ഒരു റെയിൽവേ മട്ടൻ കറി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സാധനം ഇറക്കിയിരുന്നു, ഫസ്റ്റ് ക്ലാസ് റെയിൽവേ മട്ടൻ കറി. യഥാർത്ഥത്തിൽ ആ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായ റെയിൽവേ മട്ടൻ കറിയുടെ ഒരു ഹിസ്റ്ററി ഉണ്ട്. പക്ഷെ ഞാൻ ആ മനസ്സിലുണ്ടായിരുന്നത് എൻ്റെ ഈ പഴയ ചാപ്സാണ്, അന്ന് കഴിച്ചിരുന്ന ചാപ്സാണ്. പക്ഷെ എനിക്ക് ആ ചാപ്സ് ഒരിക്കലും ഉണ്ടാക്കിയിട്ട് ആ ടേസ്റ്റ് എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം പലതും ആവാം. പക്ഷെ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഞാൻ അന്നത്തെ കാലത്ത് എനിക്ക് കൊതിയോട് കൂടിയിട്ട് കഴിച്ചൊരു സാധനത്തിനെ ഞാൻ എത്ര ഇന്ന് അതിനേക്കാൾ വലിയ ടേസ്റ്റുള്ള സാധനങ്ങൾ കഴിച്ചാൽ പോലും ആ ടേസ്റ്റ് എൻ്റെ മുമ്പിൽ നിൽക്കും. അത് നമ്മുടെ ഒരു മെമ്മറിയാണ്, അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയും കൂടെയാണ്. ഇതാണ് എനിക്ക് സാധാരണ അതിനെക്കുറിച്ച് പറയാനുള്ളത്. എനിക്ക് ഇവരത്ര എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ആകെ 12 വർഷമായിട്ടുള്ളൂ ഇപ്പം ഈ ഫീൽഡിൽ വന്നിട്ട്. 12 വർഷമായിട്ടുള്ളെങ്കിൽ പുള്ളി ലോകം മുഴുവൻ പോയി തിന്നിട്ടുണ്ട്. എക്സ്പീരിയൻസിന് കുറവൊന്നുമില്ല. നല്ല ഫുഡിയാണ്. ഈ ഫുഡിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. സ്വിസ് ബാങ്കിലെ പണി നല്ല പണിയായിരുന്നു. ആ പണി ഒഴിവാക്കിയിട്ട് ഒരു ടെൻഷനും ഇല്ലാത്ത, ബാങ്കിൻ്റെ സാധാരണ യൂഷ്വൽ ടെൻഷൻ അല്ലാതെ വേറെ ടെൻഷനൊന്നും ഇല്ലെങ്കിൽ പോലും ഫുഡിനോടുള്ള ഇഷ്ടം കൊണ്ട്, ആ പാഷൻ കൊണ്ട് അത് മതിയാക്കിയിട്ട്, അത് ഒഴിവാക്കിയിട്ട് എല്ലാവരും ഒന്ന് ചീത്ത വിളിച്ചാണ്. പക്ഷെ മൂപ്പര് വന്നിട്ട് ആദമിൻ്റെ ചായക്കട സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുവന്നു. അത് ഫുഡിനോടുള്ള പാഷൻ തന്നെയാണ്. നല്ല തീറ്റക്കാരനാണ്. അത് ശരിവെക്കുന്നതാണ്. കാരണം എൻ്റെ ഈ പ്രത്യേകിച്ച് നാടൻ ഫുഡിന് എൻ്റെ എക്സ്പീരിയൻസ്, അവരവരുടെ സാറ് 40 വർഷത്തിൻ്റെ കലുവിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു. എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറയാനുള്ളത്, 10 വർഷം മുന്നേ 80 കിലോ ബോഡി വെയ്റ്റിൽ നാടൻ ഫുഡ് തുടങ്ങി ഇന്ന് 115 കിലോയിൽ എത്തുന്ന ആളാണ് ഞാൻ. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അത് ഞാൻ പറയാൻ കാരണം, നാടൻ ഫുഡ് എന്ന് പറയുമ്പം എനിക്ക് അതൊരു എന്താ പറയുക, എനിക്കത് വാക്കുകളില്ല. ചിലപ്പം തോന്നും അതൊരു ലഹരി പോലെയാണോ എന്താണെന്നറിയില്ല. അതിലേക്ക് പിന്നെയും അട്രാക്റ്റഡ് ആവും. ഞാൻ ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്യാറുണ്ട്. ഏത് സ്ഥലത്തും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് ഞാൻ പോവാറ്. പക്ഷെ ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കോഴിക്കോട് ഭാഷയിൽ പോയ കൺട്രോൾ പോകും. കാരണം പിന്നെ അപ്പം എന്താ പറയുക,
ഒരു നെയ്ച്ചോറും കറിയോ അല്ലെങ്കിൽ ഒരു പൊറാട്ടയോ മട്ടനോ കിട്ടിയിട്ടില്ലെങ്കിൽ കൈവറ തുടങ്ങും. അപ്പം അപ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കും, ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇത് സ്വാധീനിക്കുന്നത്, എന്തുകൊണ്ട് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കും. കാരണം ചിലപ്പം 4-ാമത്തെ ദിവസമൊക്കെ ഒരു ബ്രാൻഡിനെ പോലില്ല, ഒരു KFCയുടെ ബർഗർ കിങ്ങിൻ്റെ മുമ്പ് കൂടെ പോകുമ്പോൾ ചിലപ്പോൾ ഓക്കാനൊക്കെ വരും നമുക്ക്. അല്ലെങ്കിൽ അപ്പം ഇവൻ എന്താ പറയുക, ഞാൻ സാധാരണ പനി വന്നാൽ വരെ മട്ടൻ ബിരിയാണി തിന്നുന്ന ആളാണ്, ഞാൻ കഞ്ഞി കുടിക്കൂല. അങ്ങനത്തെ അതിൽ ഒരു കഞ്ഞി അല്പം കിട്ടിയാൽ വരെ ആസ്വദിച്ച് കുടിക്കും എന്നുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ, നമ്മുടെ ചെറുപ്പകാലത്ത് നേരത്തെ ഷെഫ് പറഞ്ഞാൽ ഷെഫിൻ്റെ അച്ഛൻ കൊടുത്ത ഓർമ്മ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കാണുമ്പോൾ നമ്മൾ വേഗം ഒരു മൊബൈലും കൊടുത്ത് ഒരു കോൺഫ്ലെക്സോ ചോക്ലേറ്റൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരാറുണ്ട്. അപ്പം ഈ വിഷയം ഞാൻ പറയുകയാണെങ്കിൽ, നാടൻ ഫുഡിനെ പറ്റി എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. എൻ്റെത് ഭയങ്കര സ്ട്രേഞ്ച് മെമ്മറി ആയിരിക്കും. ഇപ്പം ഷെഫ് മട്ടൻ ചാപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് കുറേ ഡെസേർട്സിനൊക്കെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. ഡെസേർട്ട് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പായസമോ അല്ലെങ്കിൽ പുഡിങ്ങോ ആയിരിക്കും വരാം. എൻ്റെ പ്രിയപ്പെട്ട ഡെസേർട്ട് എന്ന് പറയുന്നത്, നമ്മൾ ഫ്രൈഡേയ്സാണ് ഞങ്ങളൊക്കെ സാധാരണ ബിരിയാണി ഞങ്ങൾ വീട്ടിൽ വയ്ക്കാറുള്ളത്. പള്ളി കഴിഞ്ഞ് ആ ബിരിയാണി ചെമ്പ് പൊട്ടിക്കുമ്പോൾ നമ്മൾ വീട്ടിലെല്ലാവരും കൂടും. ആ ബിരിയാണി നല്ലോണം ആസ്വദിച്ച് കഴിഞ്ഞിട്ട്, പിന്നെ നിങ്ങൾക്കറിയാലോ, നല്ലൊരു ബിരിയാണി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എല്ലാവരും പായസമോ കാര്യങ്ങളൊക്കെ ആയിരിക്കും കഴിക്കുക. ഞാൻ കഴിക്കാറ് ആ ബിരിയാണിയുടെ റൈസ്, കുറച്ച് എരിവുള്ള നല്ല നെയ്ച്ചോറിൻ്റെ കൈമ റൈസും കൊണ്ട് എടുക്കും. നല്ല പഴം ഉണ്ടാവും, ചെറിയ നമ്മുടെ മൈസൂർ പൂവൻ എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. അതിൻ്റെ കൂടെ കുറച്ച് നല്ല നെയ്യും പഞ്ചസാരയും പപ്പടവും ഇട്ട് കുഴച്ചങ്ങോട്ട് കഴിക്കും. അപ്പോൾ ബിരിയാണിയുടെ കൂടെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഭയങ്കര ഒരു ക്രേവിങ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പൊതുവേ മലബാറിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നോൺ വെജിൽ തുടങ്ങുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് പുട്ട്, മട്ടൻ അല്ല പുട്ട്, മുളകിട്ട്. അപ്പോൾ ഇതൊന്നും ഏത് ഇൻ്റർനാഷണൽ ബുഫേയിൽ പോയാലും തിന്നാൽ കുറേ ഇങ്ങനെ കാണും, പക്ഷെ തിന്നാലൊരു തൃപ്തി വരില്ല. നേരെ മറിച്ച് ഒരു എന്താ പറയുക, ഇന്ന് രാവിലെ ഞാൻ താമസിച്ച ഹോട്ടലിൽ ഇന്നത്തെ വിഷയം തന്നെ അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ വിചാരിച്ചു, എന്താ ഇപ്പം പറയാം. അങ്ങനെ ഞാൻ ബുഫേ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് പോയപ്പം അവിടെ കുറേ സോസേജും കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വെറുതെ ഒന്ന് എടുത്തു നിന്ന്, പക്ഷെ ഒരു വികാരമില്ലാണ്ട് ഒരു ഭയങ്കര ഒരു ഉറക്ക് ചതയായി. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഈ സെഷനിൽ പോകാറ്. അങ്ങനെ വരുമ്പോൾ അവിടെ നല്ല ഇഡ്ഡലി സാമ്പാർ പുട്ടും കടലയും ഒക്കെ ഉണ്ട്. അത് കുറച്ച് എടുത്തിട്ടപ്പോൾ എവിടുന്നാന്ന് അറിയില്ല, ഭയങ്കര എനർജി വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ തനി നാടൻ ഫുഡിൻ്റെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് പറയാൻ. കാരണം നമ്മളെ ബ്ലഡിലുള്ളതുകൊണ്ടാണ്. അപ്പം എനിക്കത് ഭയങ്കര ഫീൽ വന്നു വെച്ചാൽ, ഇതുവരെ ചിലപ്പോൾ ഒരു ഫാസ്റ്റ് ഫുഡ് നമ്മൾ ക്രേവിങ് കൊണ്ട് കഴിക്കും, പിന്നെ റിഗ്രറ്റ് ചെയ്യാണ്, അയ്യോ ഇത് എന്തിനാ കഴിച്ചു പോയതെന്ന്. എന്നുവെച്ചാൽ നാടൻ ഫുഡ് ഇതുവരെ എന്താ പറയുക, കടിച്ചാൽ തിരിച്ച് കടിക്കാത്ത സാധനമാണ് നാടൻ ഫുഡ് എന്നാണ് ഞാൻ പറയാം. നമുക്ക് പിന്നെ ഷെഫ് പറഞ്ഞ് നിർത്തിയൊരു കാര്യത്തിൽ നിന്ന് തുടങ്ങാം. നേരത്തെ ഷെഫ് പറഞ്ഞു നമ്മുടെ ഓർമ്മകളിലുള്ള ചില രുചികളെ പറ്റിയിട്ട്. ആ ഒരു 2 രുചികൾ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു സാധനമാണ് ആദ്യത്തെ ഒരു സാധനം. അത് ഒറ്റ റെസിപ്പി തന്നെ 2 സാധനത്തിൽ. ഈ ഇടി വെട്ടിക്കഴിഞ്ഞാൽ കുമിളുണ്ടാവൂലേ, ഉപ്പ് കൂണെന്നൊക്കെ പറയുന്ന ഉപ്പ് കുമിളുണ്ടാവും. ഈ സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിനകത്ത് സെയിം റെസിപ്പിയാണ് കേട്ടോ, 2ലും ചെയ്യുന്ന. പിന്നെ മത്തിയുടെ പരു കിട്ടിക്കഴിഞ്ഞാൽ അതിലെ പനിഞ്ഞില് അല്ലേ, പനിഞ്ഞിലെന്ന് പറയും. മത്തിയുടെ മുട്ട, ഈ നെയ്മത്തിയുടെ മുട്ട കിട്ടിക്കഴിഞ്ഞാൽ അതും ഇതേ റെസിപ്പിയിൽ തന്നെ അമ്മ ചെയ്യുന്നത്. വാഴയില വാട്ടിയിട്ട് അതിനുള്ളിൽ ഇത് വെച്ചിട്ട് അതിനകത്ത് കല്ലുപ്പ്, മറ്റേ ഉപ്പ് ഭരണിയിലായിരിക്കും, കുറച്ച് ഉപ്പിൻ്റെ നീരൊഴിക്കും, 2-3 കാന്താരിമുളക് ചതച്ചിടും, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും, എന്നിട്ട് ഇത് പൊതിഞ്ഞ് കെട്ടിയിട്ട് കനലിലിട്ട് ചുട്ടെടുക്കും. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അസാധ്യമായ മണമായിരിക്കും, ഇതെടുത്ത് കഴിക്കുമ്പോൾ ഗംഭീര സ്വാദുമായിരിക്കും. ഈ ഉപ്പുമുളക് കിട്ടിയാലും സെയിം സാധനം തന്നെ ചെയ്യുന്നത്. അതിനകത്ത് 2 കാന്താരിമുളക്, ഇച്ചിരി ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഇതും സെയിം റെസിപ്പിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇത് ഈ കനലിൽ കിടന്നിട്ട് അതൊന്ന് പുകയും. ആ പുകഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതെടുത്ത് തുറക്കുമ്പോൾ ടേസ്റ്റ് അസാധ്യം. എൻ്റെ മക്കൾക്ക് ഇത് കൊടുക്കാനുള്ള, അമ്മ മരിച്ചുപോയി, അമ്മ കുറച്ച് 14 വർഷമായി മരിച്ചു പോയിട്ട്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ സംഭവം ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയും കിട്ടുന്നില്ല. ഈ സാധനം നടക്കുന്നേ ഇല്ല, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താണ് അതിൻ്റെ പ്രശ്നം എന്ന് ഞാനൊരു 10-16 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അമ്മ ഉണ്ടാക്കുന്ന ഞാൻ ആസ്വദിച്ചിട്ടുള്ള ആ സ്വാദ് കിട്ടുന്നേ ഇല്ല.
അത് എന്താണ് കാരണമെന്ന് അറിയാം. പിന്നെ ഞാൻ പിന്നെ TK കോളനി എന്ന് പറയുന്ന സ്ഥലം പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണത്. നമ്മുടെ മേരി സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഒരു അമ്മച്ചി ഇപ്പോഴും ഉണ്ട്. പിന്നെ എൻ്റെ രുചി യാത്രയിൽ എനിക്ക് തോന്നുന്നു 2006 മറ്റോ ആണ് അമ്മച്ചി ഒരു ബീഫ് കറി ഉണ്ടാക്കി തന്നത്. സാധാ ഒരു ബീഫ് കറി, വലിയ പ്രത്യേകതയൊന്നും പറയാനില്ല. നല്ല കപ്പ ഉണ്ടാക്കി തന്നു, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കുന്ന കപ്പ ഉണ്ടാക്കി തന്നു, നല്ല ബീഫ് കറി ഉണ്ടാക്കി തന്നു. ഈ ബീഫ് കറിയുടെ സ്വാദ് ഞാൻ ആ വീഡിയോ വെച്ചിട്ട്, എഡിറ്റ് ചെയ്യാത്ത വീഡിയോ വെച്ചിട്ട് കൃത്യമായ സമയത്ത് ഞാൻ ഓരോന്നും മൺചട്ടിയിൽ വിറകടുപ്പിൽ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ആ സ്വാദ് കിട്ടിയിട്ടില്ല. അതെന്താണ് അതിൻ്റെ റീസൺ എന്ന് ഷെഫിന് അറിയാമെങ്കിലൊന്ന് പറഞ്ഞാൽ. ഞാൻ എൻ്റെ പഠിച്ച പണി 18, ഞാനൊരിക്കൽ 10 പ്രാവശ്യമെങ്കിലും അമ്മച്ചിയുടെ ആ മൊത്തം വീഡിയോ വെച്ചിട്ട് അതേ അളവിൽ സാധനം വാങ്ങിച്ചു. അമ്മച്ചി ഇടുന്ന അതേ അളവിൽ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഇട്ട് നോക്കിയിട്ട് ആ ടേസ്റ്റ് കിട്ടിയിട്ടില്ല. ആ ടേസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ചിലപ്പോൾ അവരുടെ കൈപ്പുണ്യമായിരിക്കും. എന്താണ് സംഗതി എന്ന്, അതിൻ്റെ കെമിസ്ട്രി എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഷെഫ് ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നത്. കലേഷ് പറയുമ്പോൾ നമ്മുടെയൊക്കെ വായിൽ വെള്ളം ഊറുന്നു. അതാണ് ഇപ്പോൾ ഈ നമ്മുടെ കൂണ്, നമ്മൾ പറമ്പിലുണ്ടാവുന്ന നാടൻ കൂണിനെ, ഇതെനിക്ക് തോന്നുന്നത് എൻ്റെയൊക്കെ അമ്മ ഉണ്ടാക്കാറുള്ളതാണ്. ഞങ്ങളൊക്കെ വീട്ടിൽ ഇതുണ്ടാക്കാറുള്ളത്. ഇത് ഭയങ്കര അതിൻ്റെ അപൂർവമായിട്ട് കിട്ടുന്നൊരു സാധനമാണ്. എപ്പോഴും കിട്ടില്ല, അതിങ്ങനെ കാത്തിരിക്കണം. ഫസ്റ്റ്, അതായത് കർക്കിടക മാസത്തിലെ മഴ പെയ്ത് ചെറിയ ഇടി, അതിന് കൂണിടി നമ്മൾ പറയാം. കൂണിടി പറയും. ചെറിയ അത് വലിയ സൗണ്ട് ഇല്ലാത്തൊരു സാധനം ഉണ്ടാകും. അപ്പോൾ കൂണിടി വെട്ടുന്ന സമയത്ത് നമ്മൾ പറമ്പുള്ളവർ പോയി നോക്കും. ഇന്ന സ്ഥലത്ത്, ഒരേ സ്ഥലത്തായിരിക്കും അതുണ്ടാവുക, ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെയായിരിക്കും ഇതുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾക്ക് ഇപ്പോൾ ആലോചിച്ചാലും നമുക്ക് ഇമേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ കിട്ടാനില്ല, കൂണ് കിട്ടാനില്ല. കൂണ് വളരെ നഷ്ടപ്പെട്ടു പോയി ശരിക്കും. ഇടി വെട്ടുമ്പോൾ നമ്മളിപ്പോൾ നോക്കൂല, അതാണ് പ്രശ്നം. ഇടിയോട്ട് നോക്കൂല. അതുമാത്രമല്ല, പറമ്പില്ല. പിന്നെ ഇതിൻ്റെ തന്നെ സീഡ് വീണിട്ട് അത് പല സ്ഥലത്തും പലരും ഉപയോഗിച്ച് പോയിട്ട് അത് ആ സ്ഥലത്ത് വേറെ എന്തെങ്കിലും കൃഷി ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ചില ടേസ്റ്റിന്, ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ മേരി സ്റ്റീഫൻ മേഡത്തിൻ്റെ ഒരു ബീഫ് കറിയെക്കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം തന്നെ നമ്മൾക്കറിയാം ഒരു സ്റ്റാൻഡേർഡ് റെസിപ്പി. ഞാനിപ്പോൾ ഒരു ഷെഫ് എന്ന രീതിയിൽ ഞങ്ങളെല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് റെസിപ്പി ഫോളോ ചെയ്യും. നമ്മുടെ എപ്പോഴും കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് റെസിപ്പി എന്ന് തന്നെ പറയാം. എല്ലാത്തിനും ഉണ്ടാക്കുന്നതിൻ്റെ അളവ്, തൂക്കം എല്ലാം ഉണ്ട്. അങ്ങനെയാണ് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പല ആളുകളുടെ ഷെഫ്മാരായിരിക്കും ഉണ്ടാക്കുക. ഇപ്പോൾ ഒരു ഷെഫ് എന്ന രീതിയിൽ, കോർപ്പറേറ്റ് ഷെഫ് എന്ന രീതിയിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ സ്റ്റാൻഡേർഡ് റെസിപ്പി ഉണ്ടാക്കി ആളുകൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുക, അതിൻ്റെ കോസ്റ്റ് വൈസും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അതാണ് ബിസിനസ് നമ്മൾ ചെയ്യുന്നൊരു സാധനം. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് റെസിപ്പി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കുന്ന ആളുകൾ വ്യത്യസ്തമാണ്. നമുക്ക് എത്ര ഇത് ചെയ്താലും അവൻ്റെ മൂഡോ കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ എത്ര നന്നാക്കാൻ ശ്രമിക്കുമ്പോഴും ചിലപ്പോൾ വളിച്ചു വരും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, പാരേണ്ട പല ഔട്ട്ലെറ്റിൽ കഴിക്കുമ്പോൾ ചില വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത്രയും എനിക്ക് തന്നെ ഫീഡ്ബാക്ക് കിട്ടും. അവിടുത്തെ എത്രയായിട്ടില്ല, ബിരിയാണി അവിടുത്തെ എത്രയായിട്ടില്ല, അല്ലെങ്കിൽ മാംഗോക്കറി എത്രയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും കമൻറ്റ്സ് വരാറുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് റെസിപ്പിയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഉണ്ടാക്കുന്ന ആൾക്ക് മാറ്റമുണ്ട്. ചെറിയ എത്ര ട്രെയിൻ ചെയ്താലും, എത്ര നമ്മൾ ഫോളോ അപ്പ് ചെയ്താലും ചിലപ്പോൾ അത് പിന്നെ ഉണ്ടാക്കുന്ന മൂഡ്, അമ്മ ഉണ്ടാക്കുന്ന നമുക്കുണ്ടാകുന്ന ഒരു, നമ്മൾ പെർഫെക്റ്റ് ആവണം, നമ്മുടെ ഉള്ളിൽ 100% വിചാരിക്കണം നമ്മൾ പെർഫെക്റ്റ് ആവണം 100 പ്രാവശ്യം ആലോചിക്കും ഏതൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും. നമ്മൾ ആദ്യം ഒരു ടേസ്റ്റിനെ ആദ്യം ഒരു സങ്കല്പം ഉണ്ടാവും, ഒരു ടേസ്റ്റിനെ അത് അച്ചീവ് ചെയ്യണം. ആ ടേസ്റ്റിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. ഒരു ഷെഫ് എന്ന രീതിയിൽ നമ്മളെപ്പോഴും ശ്രമിക്കുന്നത് ആദ്യം നമുക്ക് ആ ടേസ്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് ടേസ്റ്റിനെ കുറിച്ചൊരു ഇമാജിനേഷൻ നമ്മുടെ ഉള്ളിലുണ്ടാവും, ഒരു ക്രിയേറ്റിവിറ്റി. അതിനുശേഷം നമ്മൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. അപ്പോൾ പലപ്പോഴും പല ഭക്ഷണങ്ങൾക്കും ഇങ്ങനെ ചില സംഗതികൾ നമുക്ക് കാണാം. നാടൻ ഫുഡുകൾക്ക് പ്രത്യേകിച്ച്, നാടൻ ഫുഡുകൾ നമ്മുടെ ഉള്ളിൽ ഓർമ്മ. ഞാൻ പലപ്പോഴും ഈ നാടൻ പഴയ റെസിപ്പികൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ താജിലുണ്ടായിരുന്ന സമയത്ത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരേക്കും ഒരു യാത്ര, ഞങ്ങൾക്കതിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഷെഫ്സ്മാർ അന്ന് സെലക്റ്റീവായിട്ടുള്ള മിസ്റ്റർ കൃഷ്ണകുമാർ വൈസ് ചെയർമാനായിരുന്ന സമയത്ത് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു റിസർച്ച് ചെയ്യാന്നുള്ളതിൽ. കാസർഗോഡ് മുതൽ വീടുകളിലൊക്കെ കയറി, പല വീടുകളിലും സെലക്റ്റീവായിട്ട് വീടുകളിൽ കയറി ഇങ്ങനെ തിരുവനന്തപുരം വരേക്കും യാത്ര ചെയ്യുക, അവിടുത്തെ ഭക്ഷണത്തിൻ്റെ രീതികൾ. ഇപ്പോൾ നമുക്ക് പലപ്പോഴും കാണുന്നത് പല ഭക്ഷണങ്ങളും, ഞാൻ പലപ്പോഴും ഇതിൽ നിന്ന് പലതും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്, ഇപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂർ ഭരണിക്ക്
ഒരു കോഴിക്കറി ഉണ്ടാക്കും. നേർച്ച കോഴിയാണല്ലോ. അപ്പോൾ കോഴീനെ കൊണ്ടുപോകും. അവിടെ ചെന്നിട്ട് വളരെ പരിമിതമായ സൗകര്യങ്ങളേ ഉണ്ടാവുള്ളൂ. ഒരു ചട്ടി ഉണ്ടാവും, കോഴീനകത്ത് കിട്ടുന്ന മസാലകൾ, വേറെ മസാല അരയ്ക്കാനൊന്നുമില്ല. ചെറിയുള്ളി ഉണ്ടാവും, കുറച്ച് മുളക് ഇതുണ്ടാവും, എല്ലാം കൂടെ കൂട്ടി തിരുമ്മി ഉപയോഗിക്കും. അതിന് മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. എക്സലൻറ്റ് സാധനമായിരിക്കും. അതിന് നിങ്ങൾക്ക് വേറെ മസാലകളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ നാടൻ കോഴിമുളകിട്ടതുപോലെ ശേഷം വേറൊരു ടേസ്റ്റ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ അതിൽ നിന്ന് എടുക്കും. ഇപ്പോൾ കണ്ടിന്യൂസ് ലേണിംഗ് ആണ് ഇതൊരു. നമ്മൾ തുടർച്ചയായിട്ടിങ്ങനെ പഴയ ഭക്ഷണങ്ങൾ പലത് കാണുമ്പോഴും നമ്മളതിനെ പുതിയ രീതിയിലേക്ക് ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പഴയ അപ്പോഴത്തേനും നമുക്ക് തോന്നും പഴയ ഭക്ഷണത്തിൻ്റെ ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ പഴയ നമ്മുടെ കുട്ടികൾക്ക് അന്നത്തെ കാലത്ത് ഈ നേന്ത്രപ്പഴം കട്ട് ചെയ്ത് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. നെയ്യിൽ പതുക്കെ ഒന്ന് വഴറ്റിയെടുക്കും, അല്ലേ, വാട്ടിയെടുക്കും. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് ശർക്കരയുടെ പാനി ഒഴിക്കും. എന്നിട്ട് കുറച്ച് തേങ്ങയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു ഭക്ഷണമാണ്. മനോഹരമായിട്ടുള്ളൊരു ഭക്ഷണം. ആ ഡിഷിൻ്റെ പേര് മനോഹരം എന്നാണ്. ഇത് നെയ്യിൽ വാട്ടിയിട്ട് തിരിച്ചും മറിച്ചും വാട്ടിയിട്ട് അതിനകത്ത് കുറച്ച് ശർക്കര പാനി ഒഴിക്കും, അല്ലെങ്കിൽ ഇച്ചിരി കള്ളും പാനി ഒഴിക്കും. അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ഇടും. ആ ഡിഷിൻ്റെ പേര് മനോഹരം എന്നാണ്. കോട്ടയംകാർ സ്ഥിരമായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമാണ്. മനോഹരം എന്ന് പറഞ്ഞാൽ റിയലി മനോഹരം തന്നെയാണ് എൻ്റെ ടേസ്റ്റ്. അത് ഞാൻ ഡെസേർട്ടായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബാംഗ്ലൂർ എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഞാനത് കൊണ്ടുവന്നു. അപ്പോൾ ഈ പഴയ ഓർമ്മ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. ഞാൻ കഴിച്ചതിൻ്റെ ഒരു ഓർമ്മ വെച്ച് തന്നെ ചെയ്തതാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും ഞാൻ വീണ്ടും അവിടെ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ ഷെഫ്മാരുണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, ഭയങ്കര അരിശം വരും. ഞാനതല്ലല്ലോ കഴിച്ചിരുന്നത്. അതിനകത്ത് ചേർക്കുന്ന നെയ്യിൻ്റെ അളവ്, ശർക്കരയുടെ അളവ്, ഇതെല്ലാം വ്യത്യാസമാണ്. ഇതുപോലെ തന്നെ വേറൊരു രീതിയുണ്ട്. ഇതേ പഴത്തെ നമ്മൾ കട്ട് ചെയ്ത് തേങ്ങാപ്പാലിലൊന്ന് വേവിച്ചെടുക്കും. തേങ്ങാപ്പാൽ വേവിച്ച് തേങ്ങാപ്പാൽ അങ്ങ് വറ്റിക്കും. എന്നിട്ട് നല്ല ശർക്കരയുടെ കുറച്ച് പാനി ചേർക്കും, കുറച്ച് നെയ്യ് ചേർക്കും. ഒരു ചെറിയ പെരണ്ടിരിക്കും. അത് വേറൊരു ടേസ്റ്റാണ്. അത് എക്സലൻറ്റ് പാൽ ബനാന, ഒരു ഭയങ്കര ഒരു രസമായിട്ടുള്ള സാധനം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓർമ്മകൾ കിട്ടുന്നത് നമ്മുടെ പഴയ അനുഭവത്തിൽ നിന്നോ നമ്മൾ കേട്ടറിവിൽ നിന്നോ. ഇപ്പോൾ കലേഷ് പറഞ്ഞൊരു സാധനം, കായ് കോഴി, എൻ്റെ മനസ്സിൽ അതിങ്ങനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാനത്. അപ്പോൾ നമ്മളിതെല്ലാം ഓരോ കേൾവിയിൽ നിന്നും ചിലപ്പോൾ ചില വായനയിൽ നിന്നും. ഞാൻ പറയാം, ഞാൻ പുസ്തകം വായിക്കാൻ താല്പര്യമുള്ള ഒരാളാണ്. ആശാപൂർണദേവിയുടെ നമ്മുടെ ഫസ്റ്റ് നോവലുണ്ടല്ലോ, പ്രഥമ പ്രതിശ്രുതി, അതിനകത്ത് വായിക്കുമ്പോൾ നമുക്കറിയാം ബംഗാളികൾ എങ്ങനെയാണോ ബംഗാളി ബ്രാഹ്മിൺസ് എങ്ങനെയാണോ ഫിഷ് കഴിച്ചിരുന്നതെന്ന്. പി ഭാസ്കരനുണ്ണിയുടെ കേരള ചരിത്രത്തെക്കുറിച്ച് വായിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും കേരളത്തിൽ ആദ്യകാലങ്ങളിൽ ഭക്ഷണം എങ്ങനെയാണ് കൊടുത്തിരുന്നതെന്ന്. ഇതെല്ലാം നമുക്ക് കിട്ടുന്ന അറിവാണ്. അപ്പോൾ ഒരു ഷെഫ് എന്ന രീതിയിലേക്ക് അറിവുകൾ കിട്ടുന്നത് നമ്മുടെ പഴയ അനുഭവത്തിൽ നിന്നുള്ള പല സംഗതികളുമായിരിക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഓരോ അറിവുകളും അതിൻ്റെ കൂട്ടിച്ചേരലും അതിനെ ഒന്നും കൂടെ നന്നാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒന്നും കൂടെ അതിനെ നമ്മുടെ രീതിയിലേക്ക് കൊമേഴ്സ്യലി, ഞാനിപ്പോൾ ഒരു ഷെഫ് എന്ന രീതിയിൽ അതിനെ കൊമേഴ്സ്യലി ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുക എപ്പോഴും. എൻ്റെ പ്രൊഫഷൻ അതായതുകൊണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും അതിനെ എങ്ങനെ എനിക്ക് മറ്റുള്ള എൻ്റെ ഗസ്റ്റ്, എൻ്റെ കസ്റ്റമേഴ്സിനെ എങ്ങനെ കൊടുക്കാൻ പറ്റും, അവരിൽ നിന്ന് എങ്ങനെ നല്ല ഫീഡ്ബാക്ക് കിട്ടും. ഇത് ഞാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. ഇത് തുടർച്ചയായി കിട്ടുന്ന ഒരു ലേണിംഗ് ആണ്. കലയുടെ ഇത് ചോദ്യം കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ആ പണ്ടത്തെ ടേസ്റ്റാണല്ലോ. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് അന്ന് നമ്മുടെ ഒരു കാലങ്ങളിലൊക്കെ കഴിച്ച പ്രോഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻ്റെ ക്വാളിറ്റി അത് കറക്റ്റാണ്. അത് ഭയങ്കര ഒരു അന്നത്തെ വെളിച്ചെണ്ണയും ഇന്നത്തെ വെളിച്ചെണ്ണയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാലോ. ഈവൻ നമ്മുടെ പഴം വരെ അന്ന് വളമൊന്നും ചേർക്കാതെ അന്നത്തെ ഒരു എയർ പൊല്യൂഷൻ ഒന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു. ഇന്നെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു ഫാബ്രിക്കേറ്റഡ് ആണ്. പിന്നെ ഈവൻ ഉണ്ടാക്കുന്ന നമുക്കും സമയമില്ല. നമ്മളും യൂസ് ചെയ്യുന്ന യുട്ടൻസിൽസ് നമുക്ക് വ്യത്യാസമുണ്ട്. നമ്മൾ ചിലപ്പോൾ ഇലക്ട്രിക് ഇൻഡക്ഷനിലായിരിക്കും നമ്മൾ ചെയ്യാറ്. പിന്നെ നമുക്ക് സമയമില്ല. നമ്മുടെ കേരള ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ഫുഡിൻ്റെ മെയിൻ സക്സസ് എന്ന് പറയുന്നത് സ്ലോ കുക്കിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണല്ലോ.
അപ്പം നമ്മൾ എത്ര സ്ലോ കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഒന്നുകൂടി ഫാസ്റ്റ് ആവാനാണ് നോക്കുക. ലൈക്ക് ഇപ്പം നമ്മളെ ഇലക്ട്രിക് കാർസ് വന്ന പോലെ ശരിക്കും അതിൻ്റെ ബാറ്ററി ലൈഫ് ശരിക്കും കിട്ടണമെങ്കിൽ 12 മണിക്കൂർ സ്ലോ ചാർജ് ചെയ്യണമെന്നാണ്. പക്ഷെ നമ്മൾ വേഗം പോയി 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ഹൈ പവറിലേക്ക് പോകും. വണ്ടി ഓടും, കിലോമീറ്റേഴ്സ് കണക്കാണ്. അതുപോലെ തന്നെയാണ് ഈ കുക്കിങ്ങിൻ്റെ കാര്യം. അപ്പോൾ എനിക്ക് തോന്നി ഇൻഗ്രീഡിയൻസ് ഒരു നമ്മുടെ ആ ക്വാളിറ്റി കീപ്പ് ചെയ്താൽ നമുക്കൊരു 80% ജസ്റ്റിസ് ഫുഡിനോട് ചെയ്യാമെന്നാണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കാലിക്കറ്റിലും ദുബായിലുമാണ് എനിക്ക് റെസ്റ്റോറൻറ്റ്സ് ഉള്ളത്. എപ്പോഴും ഞാൻ കേൾക്കുന്ന കാര്യമാണ് ദുബായിൽ സാലഡ്സ് ഭയങ്കര സാലഡാണെന്ന് പറയും. ആ സാലഡ് പ്രതീക്ഷിച്ചിട്ട് കോഴിക്കോട് വരും. ദുബായിൽ നിങ്ങൾക്കറിയാം നല്ല ക്ലൈമറ്റ് നോക്കിയിട്ടും അവരിതൊക്കെ നോക്കി നല്ല സാലഡാണ്. നമ്മൾ കോഴിക്കോട് പാളയം മാർക്കറ്റിൽ രാവിലെ 5 മണിക്ക് വന്നാൽ 10 മണിക്ക് എടുത്ത് തരുന്ന വാടിയ സാലഡ്സാണ്. അതിനിപ്പം നമ്മൾ എന്ത് ഒലിവ് ഓയിൽ ഇട്ടാലും എന്ത് ടെക്നോളജി യൂസ് ചെയ്താലും ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ തന്നെയാണ്. ഈവൻ നമ്മുടെ മീറ്റ് അവിടെ എന്നൊക്കെ പറഞ്ഞാൽ ടെമ്പറേച്ചർ കൺട്രോൾഡാണ്. എവറി 1 hour അല്ല 1.5 hours മുനിസിപ്പാലിറ്റി ചിലപ്പോൾ രാവിലെ വന്ന മുനിസിപ്പാലിറ്റി ഉച്ചയ്ക്ക് പിന്നെയും കയറി വരും ഇത് ചെക്ക് ചെയ്യും. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഒന്നുമില്ല. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത്. പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. കാരണം നമ്മുടെ പിന്നെ പണ്ട് ഉപയോഗിച്ചിരുന്ന വെളിച്ചെണ്ണയുടെ മണവും ഗുണവും ഒന്നും ഇപ്പോഴത്തെ വെളിച്ചെണ്ണകളിൽ പ്രത്യേകിച്ച് പാക്കറ്റിലാക്കി വരുന്ന സാധനങ്ങൾക്കൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇൻ കേസ് ആ വെളിച്ചെണ്ണയിൽ അത് വെളിച്ചെണ്ണയുടെ ഒരു മണം വന്നു കഴിഞ്ഞാൽ അത് ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇപ്പം അഡൾട്രേഷനൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രുചികളെയും അത് ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ നമ്മൾ നാടൻ ചാപ്പാടിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരു സാധനം 2 പേരെക്കുറിച്ച് എനിക്കൊന്ന് മെൻഷൻ ചെയ്യാനുണ്ട്. ഒന്ന് സുമ ശിവദാസ്. ഒരുപക്ഷെ യൂട്യൂബിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സുമ ടീച്ചർ. ഇത്രയും നാടൻ സാധനങ്ങളുടെ ഒരു ഖനിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നാടൻ എൻസൈക്ലോപീഡിയ എന്ന് പറയുന്ന കുറച്ചുകൂടെ നല്ല വാക്ക്. ഒരുപാട് സാധനങ്ങൾ, അത് 2 ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചുണ്ടാക്കുന്ന ചില സാധനങ്ങൾ ഈ സുമ ടീച്ചർ ഉണ്ടാക്കുന്നത് ഒരു രക്ഷയില്ലാത്ത സ്വാദാണ്. സുമ ശിവദാസ് എന്നാണ്. ഞാൻ അമ്മ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രുചികൾ ആസ്വദിച്ചിട്ടുള്ളത് സുമ ടീച്ചറുടേതാണ്. അതുപോലെ കോട്ടയംകാരി തന്നെ ഒരാളുണ്ട്, സുമ ശിവദാസ്. നമ്മുടെ ബാലസാഹിത്യകാരൻ ശിവദാസ് സാറിൻ്റെ ഭാര്യയാണ് സുമ ശിവദാസ്. യൂട്യൂബിൽ അവരുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഒരു നാടൻ ഫുഡിൻ്റെ ഒരു ദൈവം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് ഈ സുമ ശിവദാസ്. രണ്ടാമതൊരാൾ വിജയശ്രീ വാസൻ എന്ന് പറഞ്ഞിട്ട് വിജയശ്രീ വാസൻ. വിജയച്ചി കോട്ടയംകാരിയാണ്. വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. വിജയച്ചി നമ്പൂതിരിയാണ്. വിജയച്ചിക്ക് ചക്കക്കാലമായാൽ ചക്കയിലൊരു 100 ഡിഷസ് ഉണ്ടാക്കും. മാങ്ങാക്കാലമായാൽ മാങ്ങയിലൊരു 100 ഡിഷ് ഉണ്ടാക്കും. ഇലകൾ കൊണ്ട് തന്നെ ഒരു 50 റെസിപ്പിയെങ്കിലും വിജയിച്ച് ചെയ്യുമെന്ന് തോന്നും. അങ്ങനെ നാടൻ ഫുഡിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും വരുമ്പോൾ അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന എൻ്റെ മനസ്സിലെ 2 പേര്, ഒന്ന് സുമ ടീച്ചറും ഒന്ന് വിജയിച്ചിയാണ്. അസാധ്യമായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. വിജയിച്ചി പുസ്തകം എഴുതിയിട്ടുണ്ട്. വിജയശ്രീ വാസൻ എന്നാണ് വിജയിച്ചിയുടെ പേര്. ഉണ്ട്, പുസ്തകം എഴുതിയിട്ടുണ്ട്. പക്ഷേ വിജയിച്ചിക്ക് യൂട്യൂബ് ചാനലൊന്നുമില്ല. നമ്മുടെ യദു പഴയിടത്തിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് വിജയിച്ചി അസാധ്യമായിട്ട് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അമ്മയെപ്പോലെ കണക്കാക്കുന്ന 2 പേര്. കാരണം അത്രയും ഭക്ഷണം ഞാൻ ഇവരുടെ കഴിച്ചിട്ടുണ്ട്. സുമ ടീച്ചറുടെയും കഴിച്ചിട്ടുണ്ട്, വിജയിച്ചി, പിന്നെ ഒരുപാട് പേരുണ്ട്. എന്നാൽ പോലും ഈ നാടൻ ചാപ്പാടിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇവർ 2 പേരെയും മെൻഷൻ ചെയ്യാതെ പോകാൻ തരവില്ല. ഷെഫിനും അങ്ങനത്തെ ആൾക്കാരുണ്ടാവുമായിരിക്കും, പിന്നെ അനീസിനും ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇവർ 2 പേരെയും മറക്കാൻ പാടില്ലാത്ത ആൾക്കാരാണ്. പിന്നെ ആറന്മുള വള്ളസദ്യ എന്ന് പറയുന്ന ഒരു സംഭവം, നിങ്ങൾ ആറന്മുള വള്ളസദ്യ കഴിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കോ. കഴിച്ചിട്ടില്ലാത്ത, ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോയിട്ട് അവിടെ ആർക്ക് വേണമെങ്കിലും പോയി കഴിക്കാം കേട്ടോ. ഏത് മതസ്ഥനാണെങ്കിലും. ഞാൻ ഇംഗ്ലീഷുകാരെയും കൊണ്ടൊക്കെ പോയി അവിടെ നിന്ന് ആറന്മുള വള്ളസദ്യ കഴിച്ചിട്ടുണ്ട്. അത് ഇതൊന്നും രുചിച്ച് നോക്കാതെയാണ് ആ ഡിഷുകളെല്ലാം ഉണ്ടാക്കുന്നത്. ഏകദേശം ഒരു 64 കൂട്ടം വിഭവങ്ങളുണ്ടാവും. അത് കൂടാതെ ഇവർ വിളിച്ച് ചോദിക്കും, പാളത്തൈര് എന്ന് വിളിച്ച് ചോദിക്കുന്ന സമയത്ത് പാളയിൽ തൈര് കൊടുക്കണം. അവിടെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു വികാരമുണ്ട്. ഓരോ ചുറ്റിക്കെട്ടിയ മടന്ത തോരാനാക്കി
കൊണ്ടത്തായോ ചുറ്റിക്കെട്ടിയ മടന്ത തോരനാക്കിക്കൊണ്ട് എന്ന് വെച്ചാൽ വള്ളസദ്യയിലേക്ക് വരുന്ന വള്ളക്കാരെ ഈശ്വര തുല്യമായിട്ടാണ് കാണുന്നത്, ഭഗവാന്റെ പ്രതിരൂപങ്ങളായിട്ടാണ് കാണുന്നത്. എന്നിട്ട് അവിടെ വന്നിട്ട് ഇവർ ചോദിക്കുമ്പോൾ ഈശ്വരൻ ചോദിക്കുന്ന രീതി എന്ത് ചോദിച്ചാലും അത് കൊടുക്കണം എന്നുള്ള. അപ്പോൾ അത് പാട്ട് പാടിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാട്ട് പാടുന്നതും അവർ ഈ സാധനം വിളമ്പാനായിട്ട് വിളമ്പുകാർ ഓടി വരുന്നതും അതിൻ്റെ സ്വാദും എല്ലാം വിറകടുപ്പിലാണ്. മിക്കവാറും സാധനങ്ങളൊക്കെ വിറകടുപ്പിലാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വിറകടുപ്പ് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും കൂടുതലും അവിടെ കാറ്ററിംഗ് ചെയ്യുന്ന ആൾക്കാർ വിറകടുപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ എന്നെങ്കിലും, അത് കർക്കിടക മാസം മുതൽ, കർക്കിടകം 15 മുതൽ ഒരു കന്നിമാസം ചിങ്ങം കന്നി 15 വരെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് ഒന്ന് പോയി കഴിക്കാൻ. ചിങ്ങമാസം മുഴുവനുണ്ട്. പിന്നെ കർക്കിടകം 15 മുതൽ തുടങ്ങി, കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം കർക്കിടകം 1 മുതൽ തുടങ്ങിയായിരുന്നു. കൊറോണ കാലത്തൊക്കെ കുറച്ച് കുറവ് വന്നത് കാരണം അവർ കർക്കിടകം 1 മുതൽ തുടങ്ങി പിന്നെ കന്നി പകുതി വരെ നീണ്ട ഇതാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ഒരു പാസ്സൊക്കെ കിട്ടും, കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മൾ ഒരു ആഗ്രഹിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെന്നുള്ളവർക്ക് എന്നെ വിളിച്ചാൽ ഞാൻ അവിടുത്തെ എല്ലാ കാറ്ററിംഗുകാരെയും എനിക്ക് പരിചയമുണ്ട്. ഞാൻ എപ്പിസോഡുകൾ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് അറേഞ്ച് ചെയ്ത് തരാം. കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ നമ്പർ മേടിച്ചോ, ഇത് കഴിയുമ്പോൾ. തരാം, നമ്പർ തരാം. അപ്പോൾ പിന്നെ വള്ളസദ്യ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ലോകത്തിൽ തന്നെ ഇങ്ങനെ ഒരു സദ്യ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. പിന്നെ അത് കഴിക്കുമ്പോൾ ഒരു വികാരം എന്ന് പറയുന്നത്, അനീസ് കഴിച്ചിട്ടുണ്ടോ? വള്ളസദ്യ കഴിച്ചിട്ടുണ്ടോ? ഷെഫ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഷെഫിനെ ഞാൻ അടുത്ത പ്രാവശ്യം കൊണ്ടുപോകാം. അപ്പോൾ വള്ളസദ്യ കഴിച്ചിരിക്കണം. അതിൻ്റെ ഒരു വികാരം ആസ്വദിച്ച് അറിഞ്ഞ് കഴിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ഇതൊരു പിന്നെ ഇതിനേക്കാളും വലിയ ഈ പിന്നെ വള്ളസദ്യയെക്കാളും വലിയ സദ്യ ഉണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന സദ്യകളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഇന്ന് വരെ അവിടെ 1-2 വിഭവങ്ങൾ നമ്മൾ സാധാരണ വറുത്തെരിശ്ശേരി എന്ന് പറഞ്ഞിട്ടൊരു എരിശ്ശേരിയുണ്ട്. കട്ടിയായിട്ട് ഇരിക്കും. പക്ഷേ ഈ സാധനത്തിന് അസാധ്യമായ സ്വാദാണ്. അത് ഇച്ചിരി ഓവർ കുക്ക്ഡ് അല്ലേ എന്നൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വിചാരിക്കും. പക്ഷേ കഴിച്ചു നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയം അലിഞ്ഞു പോകും. അത്രയും സ്വാദിഷ്ടമായി. അത് അവിടത്തുകാർക്ക് മാത്രമേ ഉള്ളൂ ഈ വറുത്തരിശ്ശേരി. ബാക്കി നമ്മളെല്ലാം എരിശ്ശേരി എന്ന് പറയും. ഇവരുടെ ഒരു കല്ല് പോലെ ഇരിക്കുന്ന എരിശ്ശേരിയാണ്. ഇതിനെ വറുത്തരിശ്ശേരി എന്നാണ് പറയുന്നത്. അസാധ്യമായ സ്വാദാണ്. തേങ്ങ വറുത്ത് അതിനകത്ത് ചേർക്കും, അത് ഇച്ചിരി കൂടുതൽ ചേർക്കും. പക്ഷേ ആ സാധനം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സ്വാദ് അസാധ്യമാണ്. അപ്പോൾ നാടൻ ശാപ്പാടിൽ ഫസ്റ്റ് എൻ്റെ ഒരു ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കുന്നത് ആറന്മുള വള്ളസദ്യയിലായിരിക്കും. ഷെഫ്, ഏറ്റവും പ്രിയപ്പെട്ട വിഭവങ്ങളെക്കുറിച്ച് കൂടെ നിങ്ങൾ പറയുമോ? എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവം എന്ന് പറയുന്നത് ബിരിയാണിയാണ്. അതായത് 365 ദിവസവും 3 നേരം കിട്ടിയാലും ഞാൻ തിന്നുന്ന ഒരു സാധനമാണ്. അതായത് എനിക്ക് ആ ചെമ്പ് പൊളിക്കുന്ന ഇത്, കാരണം എൻ്റെ റെസ്റ്റോറൻറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇത്, ഞാനങ്ങനെ ഗസ്റ്റ് ഏരിയയിലേക്കാട്ടിയും പോകാറ് രാവിലെ പോയി ആ പൊട്ടിക്കുമ്പോൾ ഒരു മണം കിട്ടാണ്ട്, ആ ബിരിയാണി ഫേഷ്യൽ എന്ന് പറയും ഞാൻ. അതിങ്ങനെ അടിക്കുമ്പോൾ ഒരു പ്രത്യേക മൂപ്പര് പിന്നെ ഈ സ്വിസ് ബാങ്കിലെ ജോലി രാജിവെക്കുന്ന സമയത്ത് ഉള്ള മുഖമല്ല കേട്ടോ, ഇപ്പോൾ പ്രസന്നവദനായിട്ടാണ് ഞാൻ കാണപ്പെടുന്നത്. അല്ല, അത് നിങ്ങൾക്കറിയാം, ഞാനങ്ങനെ മേക്കപ്പ് ഇടുന്ന കാര്യമില്ല. നല്ല ഗരം മസാലയുടെ ഫേഷ്യൽ ഡെയിലി മുഖത്ത് വരുന്നുണ്ട്. നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ എനിക്ക് എന്തായാലും അവിടെ പ്രോഡക്റ്റ് ഉണ്ട്. എൻ്റെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണ്. പിന്നെ എൻ്റെ ബിരിയാണിയിൽ എൻ്റെ ആൻറ്റി ഉണ്ട്, ആബിദ റഷീദ് എന്ന് പറഞ്ഞിട്ട്, എൻ്റെ ഉമ്മയുടെ സിസ്റ്ററാണ്. ആബിദയുടെ ബിരിയാണി ഞാനും കഴിച്ചിട്ടുണ്ട് കേട്ടോ, അസാധ്യ ബിരിയാണി. ആ ബിരിയാണിയാണ്. കാരണം എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറാണ് ശരിക്കും നമ്മൾ ഫാമിലിയിൽ റെസിപ്പി ഇതിലൊക്കെ ഉണ്ടാക്കി. ആ റെസിപ്പി കിട്ടിയത് എൻ്റെ ആൻറ്റിയായ ആബിദ റഷീദിനാണ്. അവരുടെ ബിരിയാണിയാണ് കഴിഞ്ഞ ഭയങ്കര ഒരു ഇതാണ്. നമ്മൾ എത്ര കഴിച്ചാലും എനിക്ക് മടി വരില്ല. അത് എൻ്റെ ആൻറ്റി ആയതുകൊണ്ട് പറയല്ല, ആ ടേസ്റ്റ് ഈവൻ എൻ്റെ റെസ്റ്റോറൻറ്റിൽ വരെ ചെയ്തിട്ട് അന്ന് 1-2 പ്രാവശ്യം അവരെ കൊണ്ട് തന്നെ ട്രെയിൻ ചെയ്തു. അന്ന് റെഡിയാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ ചില കൈയുടെ ഒരു പ്രത്യേകതയാണ്. അതെ, ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ റെസിപ്പി ബുക്ക് നോക്കിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് ചില ഡിഷൊക്കെ ഇഷ്ടമായാൽ നമ്മളെ സീക്രട്ട് റെസിപ്പി ഉണ്ടെന്ന് നോക്കും, ഞാനങ്ങോട്ട് പറയും. കാരണം 101% ഉറപ്പാണ് ബുക്ക് നോക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ പറഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റില്ല. അതിനൊരു ഫോർമുലയാണ്. ഇപ്പോൾ ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം. പിന്നെ എനിക്ക് സെക്കൻഡറി വരുന്നത് എനിക്ക് ഈ സർബത്തുകളോട് ഭയങ്കര ഒരു പ്രേമമാണ്. ആ സർബത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നന്നാറി സർബത്തും എരിവും കൂടിയുള്ള, ഇപ്പം നെല്ലിക്കട്ടിട്ടും അങ്ങനെ വേറെ കുറേ കോമ്പിനേഷൻസ് ഉണ്ട്, പച്ചമാങ്ങ. ഇതൊക്കെയാണ് എൻ്റെ പഴയ ഡിഷിലേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ.
ആബിദ റഷീദിനെ കുറിച്ചൊന്ന് പറഞ്ഞു പോവാം. ആബിദത്ത ചില വാക്കുകൾ, ഇപ്പോൾ ബിരിയാണി റാസാക്കുക എന്ന് പറയും. റാസാക്കുക എന്ന് പറയുന്ന കോഴിക്കോടൻ ബിരിയാണി പച്ച മീറ്റിലാണ് ചെയ്യുന്നത്. എൻ്റെ വീടിൻ്റെ പണിക്ക് വന്ന വീട് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഓടിടാനായിട്ട് വന്ന നൗഷാദ് ക ബിരിയാണി ഉണ്ടാക്കുമെന്ന് ആരോ പറഞ്ഞിട്ട് ലാസ്റ്റ് ഡേ പണി രാവിലെ 10 മണിയായപ്പോൾ കഴിഞ്ഞു. 10 മണിക്ക് ഒരു ഐഡിയ ഇട്ടു, ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ചെമ്പെടുത്തു, പിന്നെ സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്തു. അപ്പോൾ ഈ മസാലയെല്ലാം കൂടി മീറ്റിൽ കോഴി സാധാ ബ്രോയിലർ കോഴിയുടെ ബിരിയാണിയാണ് മൂപ്പരുണ്ടാക്കിയത്. അപ്പോൾ ഈ മസാലയെല്ലാം കൂടെ ചേർത്ത്, പിന്നെ പച്ച മസാല, അതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഇതൊക്കെ ചേർത്ത് പുള്ളി കുഴച്ച് വെച്ച്, തൈരും ചേർത്ത് കുഴച്ച് വയ്ക്കും. എന്നിട്ട് അരി മാത്രം വേവിച്ചെടുക്കും. അരി കറക്റ്റായിട്ട് വേവിച്ചെടുത്തിട്ട്, എനിക്ക് തോന്നുന്നൊരു 80% വേവിൽ ഈ അരി വേവിച്ചെടുത്തിട്ട്, ബാക്കി ഇത്രയും ബിരിയാണിക്ക് എനിക്ക് തോന്നുന്നൊരു 4-5 കിലോ കോഴി വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് ഇത്ര പിന്നെ ചിരട്ട എന്നുള്ള കണക്കിന് ആ ചിരട്ട ഇട്ടാണ് ഇത് ദമ്മാക്കി എടുക്കുന്നത്. കൃത്യമായിട്ട് പുള്ളി പറഞ്ഞു 16 ചിരട്ടയിട്ട് നമുക്കിത് ദമ്മാക്കണമെന്ന് പറഞ്ഞു. 16 ചിരട്ടയിട്ട് മൂപ്പര് ദമ്മാക്കി കൃത്യമായിട്ട് വെന്തുടഞ്ഞ മാംസം നമുക്ക് കിട്ടുകയും ചെയ്തു. അത് ഒരു കാൽക്കുലേഷനാണ്. കോഴിക്കോടൻ ബിരിയാണിയാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. പച്ച മീറ്റ് മുകളിൽ ഒരു വാഴയിലയിടും. ഈ പച്ച മീറ്റിൻ്റെ മുകളിൽ ഒരു വാഴയിലയിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു 70-80% വേവുള്ള റൈസ് ഇട്ടിട്ട് ഇത് അടിയിൽ നമ്മൾ നല്ല തീയിട്ടിട്ട് ദമ്മാക്കി സീൽ ചെയ്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. എന്നിട്ട് മൂപ്പര് ചെയ്തൊരു പരിപാടി, ഈ പിന്നെ ഇതിനകത്ത് കുറച്ച് ഇത് രണ്ടും കൂടെ മിക്സ് ആക്കി എടുക്കണം. അതിനെയാണ് ആബിദത്ത റാസാക്കി എടുക്കുക എന്ന് പറയുന്നത്. ഇത് ഈ മനുഷ്യൻ ചെയ്തു. എനിക്കിതിൻ്റെ പേരൊന്നും അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ എപ്പോഴോ ആബിദത്ത പറയുമ്പോഴാണ് ഇതിൻ്റെ ചാറ് ഈ റൈസിലേക്ക് ഇട്ടിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്ന ഈ ചടങ്ങിനെയാണ് റാസാക്കുക എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത ബിരിയാണി. ആബിദത്തയുടെ ബിരിയാണിയും ഈ നൗഷാദക്കയുടെ ബിരിയാണിയും ഒരു രക്ഷയില്ലാത്തതായിരുന്നു. ആബിദത്തയും ഞാനും ഷെഫ് പിള്ളയും കൂടെ ഇപ്പോൾ ബിരിയാണി ഒരു കോൺടെസ്റ്റ് നടന്നിരുന്നു, അത് ജഡ്ജ് ചെയ്യാൻ പോയിരുന്നു. ആബിദത്ത ഓരോ ബിരിയാണിയും വിലയിരുത്തുന്നത്, സാധാരണ എപ്പോഴും നമ്മൾ ഈ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മളൊരു സ്പൂണൊക്കെ കഴിച്ച് നോക്കും. പക്ഷെ ആബിദത്ത കൈകൊണ്ട് വാരി കൊണ്ട് തിന്നു നോക്കിയിട്ടാണ് ടേസ്റ്റ് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത സ്ത്രീയാണ്. ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു മലബാർ ഫുഡിൻ്റെ കാര്യത്തിൽ ഇത്രയും അറിവുള്ള ഒരാൾ വേറെ ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ആബിദത്ത ചില പൊടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ പൊടികൾ എനിക്ക് ഒരു പ്രാവശ്യം തന്നു വിട്ടിട്ടുണ്ട്. മീൻ മസാല എന്ന് പറഞ്ഞിട്ട്, മീൻ പൊരിക്കാനുള്ളൊരു മസാല. അത് വെറുതെ നനച്ച് മീനിൻ്റെ മുകളിൽ തേച്ച് ഇങ്ങനെ വെച്ച് ഇച്ചിരി എണ്ണ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് വെറുതെ പൊള്ളിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു അസാധ്യ ടേസ്റ്റാണ്. ഇതെന്താണ് ഇതിനകത്ത് ചേർക്കുന്നത്? നാടൻ സാധനങ്ങളല്ലാതെ വേറെ ഒന്നും അവർ ചേർത്തിട്ടില്ല. അസാധ്യ ഒരു ലേഡിയാണ് കേട്ടോ. ഇനി ഷെഫിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവങ്ങളെക്കുറിച്ച്. ആബിദത്ത മാഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയാം. ആബിദ മാഡം ശരിക്ക് ഞാൻ താജിലുള്ള സമയത്ത് ഞങ്ങളുടെ ട്രെയിനറായിരുന്നു. അതായത് മലബാർ ഫുഡിൻ്റെ ട്രെയിനറായിട്ട് താജ് നിശ്ചയിച്ച ആളായിരുന്നു. എല്ലാ ഔട്ട്ലെറ്റുകളിലും കൊണ്ടുപോയും മലബാർ ഫുഡിൻ്റെ ഫെസ്റ്റിവൽ നടത്തും, ഇത് ചെയ്യുന്നു. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മാഡമാണ്. ഞാൻ വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന മാഡമാണ്. മലബാർ ഫുഡുകളെ കുറിച്ച് ഇപ്പം എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ഞാൻ മാഡത്തിനെ വിളിച്ച് ചോദിക്കും, എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഷീസ് എ റെസ്പെക്റ്റബിൾ ക്യാരക്ടറാണ്. ഒരു സ്വന്തമായ ഭക്ഷണ രുചികളിൽ അത്രത്തോളം റിസർച്ച് ചെയ്ത് അത്രത്തോളം അതിനോട് താല്പര്യം കാണിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നെ എൻ്റെ ടേസ്റ്റിനെ കുറിച്ച് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവർക്കും അവരവരുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ചില ഫുഡുകൾ ഇനിയായിരിക്കും ചെറുപ്പം മുതലേ ശീലിച്ചിരിക്കുന്നതായിരിക്കും കൂടുതൽ താല്പര്യം. അനീസ് പറഞ്ഞ പോലെ ചെറുപ്പം മുതലുള്ള ബിരിയാണി കഴിച്ച് ശീലിച്ച ഒരാൾക്ക് ബിരിയാണി ഇനിയായിരിക്കും. ഞാൻ ചെറുമീനിൻ്റെ ആളാണ്. ചെറിയ മീനുകൾ, അതാണ് എനിക്ക് ഇപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ ഒരിക്കലും എവിടെയെങ്കിലും പോയാൽ വലിയ മീനുകൾ ഓർഡർ ചെയ്യില്ല. ഇപ്പം ഒന്നുമില്ല നത്തോലിയോ അല്ലെങ്കിൽ മത്തിയോ അങ്ങനെയുള്ള ചെറിയ മീനുകളിലെ ടേസ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ പരിപ്പും ചീരക്കറി എനിക്ക് ഏറ്റവും ഫേവറേറ്റ് സാധനമാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അമ്മയായിരിക്കും. അപ്പോൾ അതങ്ങനെ ശീലിച്ചതുകൊണ്ട് അങ്ങനെ വരുന്ന. അപ്പോൾ ടേസ്റ്റിനെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഓരോരുത്തരുടെയും ടേസ്റ്റ് അവരവരുടെ വീട്ടിൽ അവർ ശീലിച്ചിരിക്കുന്ന ടേസ്റ്റുമായിട്ട്, അവർ അനുഭവിച്ചിരിക്കുന്ന ടേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഒരു ഷെഫ് എന്ന രീതിയിൽ അത് പോരാ. ഒരു ഷെഫ് പ്രൊഫഷനായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ഏതിലാണോ, ഞങ്ങൾ ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതിലാണോ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു
യൂറോപ്യൻ കുസിനിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഷെഫാണെങ്കിൽ അയാൾക്ക് വർഷങ്ങളോളം ആ യൂറോപ്യൻ ഫുഡ് കഴിച്ച് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ അതിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ആ ഷെഫാവാൻ പറ്റുള്ളൂ. കറക്റ്റായിട്ട് ഷെഫ് വെച്ചാൽ അത്രത്തോളം അതിനോട് ആത്മബന്ധം പുലർത്തണം. ഒരു നോർത്ത് ഇന്ത്യൻ ഷെഫ് ആവണമെങ്കിൽ യഥാർത്ഥ നോർത്ത് ഇന്ത്യൻ ഫുഡിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതിലും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. ഒരു ചൈനീസ് ഷെഫാണെങ്കിലും അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിനോട് അത്ര ആത്മബന്ധം ഉണ്ടാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് റിയലായിട്ടൊരു ഷെഫായി മാറാൻ പറ്റൂ. ഇത് ഞങ്ങൾ പ്രൊഫഷണലി പറയുന്നൊരു വാക്കാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷെഫാവാൻ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യാൻ പറയുമ്പോൾ ഏതൊരു മേഖലയിലേക്കാണോ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യാൻ പോകുന്നത് ആ മേഖലയിലെ ഫുഡുമായിട്ട് അത്ര ആത്മബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഏതൊരു ഫുഡ് കിട്ടിയാലും, ഇപ്പോൾ ഇറ്റാലിയൻ ഫുഡ് കിട്ടിയാലും അല്ലെങ്കിൽ ചൈനീസ് ഫുഡായാലും നോർത്ത് ഇന്ത്യൻ ആയാലും മെക്സിക്കൻ ആയാലും നമ്മുടെ നാടൻ ഫുഡായാലും അതുമായിട്ട് താതാത്മ്യപ്പെട്ടുകൊണ്ട് തന്നെ ജീവിക്കാൻ എനിക്കൊരു വിഷമവുമില്ല. അതൊരു ഷെഫ് എന്ന രീതിയിൽ എൻ്റെ ഒരു വ്യത്യാസം. പക്ഷേ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഏതാ കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചിലപ്പോൾ ചീരയും പരിപ്പും അതിൻ്റെ കൂടെ ഒരു മീനിൻ്റെ ചെറിയ മീൻ ഏതെങ്കിലും വറുത്തത്, ഉണക്കമീനാണെങ്കിൽ അതിനേക്കാൾ ഇഷ്ടം. ഇങ്ങനെയൊരു വളരെ വളരെ ചെറിയ സംഗതികളൊക്കെ എനിക്ക് താല്പര്യമുള്ളൂ. തൈരുണ്ടായിരിക്കണം, തൈര് പുളിക്കാൻ പാടില്ല. ഇതൊക്കെ ഞാൻ വളരെ നിർബന്ധമായിട്ട് ഏതെടുത്താലും കുറച്ചൊരു തൈര് ഒരു സ്പൂൺ കഴിക്കുമ്പോൾ ഒരു പുളിപ്പില്ലാത്ത തൈര് കഴിക്കും. ഇതൊക്കെ ചെറുപ്പം മുതലേ അങ്ങ് ശീലിച്ചതുകൊണ്ട് അങ്ങനെ ഇരുന്ന് വന്നത്. അതുകൊണ്ട് ഭക്ഷണത്തെക്കുറിച്ച് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇനി ചോദ്യങ്ങൾക്കുള്ള സമയമാണ്. പിന്നെ നമസ്കാരം. പ്രിയപ്പെട്ട കലേശേട്ടൻ പറഞ്ഞ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വരുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, ഞാനവിടെ പോയി ചേട്ടൻ പറഞ്ഞ സദ്യ കഴിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പലതും ശരിയാണ്. എൻ്റെ അമ്മ സ്നേഹത്തോടെ നൽകുന്ന ഭക്ഷണത്തിൻ്റെ സ്വാദ് അതൊരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകത്തില്ല. അത് എവിടെ നമ്മൾ ഏത് നാട്ടിൽ പോയെന്ന് പറഞ്ഞാലും ആ രുചിമുകളങ്ങൾ നമ്മുടെ വിട്ടുപോകത്തില്ല. അതിലേക്ക് പിന്നെ നമ്മൾ ഏത് കടകളിൽ പോയി കഴിച്ചെന്ന് പറഞ്ഞാലും ആ പഴമയുടെ ഭക്ഷണം നമുക്ക് സ്വാദ് വീണ്ടും അനുഭവിക്കാൻ കഴിയത്തില്ല. അതിലേക്ക് നിങ്ങൾ ആ ഒരു ഓർമ്മകളിലേക്ക് നിങ്ങളുടെ ഈ ഒരു സ്പീച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡബിളായിട്ട് ഇപ്പം ഈ സാറിൻ്റെ സ്ഥാപനം പാരഗണായാലും സാറിൻ്റെ ആദാമിൻ്റെ ചായക്കടയായാലും സാധാരണക്കാർക്ക് അഫോർഡബിളായിട്ട് കയറി കഴിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരുത്തുവാൻ സാധിക്കുക എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ചോദ്യം ഞാൻ ഒരു ഹോട്ടൽ ഇൻഡസ്ട്രി തുടങ്ങിയതിന് ശേഷം എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു ഇതാണ്. ഞാൻ എൻ്റെ നാടൻ കോഴിക്കോടൻ ഭാഷയിൽ പറയും, നിങ്ങൾ പറയുന്ന വിലക്ക് തരാം, നിങ്ങൾ എൻ്റെ ജന്മി അതായത് എൻ്റെ ലാൻഡ് ലോഡിൻ്റെ അടുത്ത് പോയി വാടക കൂട്ടരുതെന്ന് അറിയാം, വാടക ഒരു 10 കൊല്ലം മുമ്പത്തെ വാടക തരാമെന്ന് അറിയാം, അരിക്കാരനോട് പോയിട്ട് വല്ലാണ്ട് ലാഭം എടുക്കാണ്ട് അരി തരണമെന്ന് അറിയാം, കോഴിക്കാരനോട് വലിയ ലാഭം എടുക്കാണ്ട് ചെറുങ്ങനെ തരണമെന്ന് അറിയാം. പിന്നെ ഇതിനൊക്കെ വരി എന്നെക്കാൾ കൂടുതൽ സമ്പാദിക്കുന്ന എൻ്റെ സ്റ്റാഫിനോട് കുറച്ച് മയത്തിൽ കൂലി വാങ്ങാമെന്ന് പറയാം. ഇതൊക്കെ തരുകയാണെങ്കിൽ അതേ എനിക്കും പറയാനുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മൾ ഹോട്ടലിലൊക്കെ കയറി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളിങ്ങനെ പറമ്പ് ഇങ്ങനെ വാങ്ങിയിടുകയാണ്. ചില മാസം കൂട്ടിയാലും കിഴിച്ചാലും ഉള്ള പറമ്പ് വിറ്റിട്ട് വേണം ബാക്കി തീർക്കണമെങ്കിൽ. അത് ഞാൻ സാറോട് തമാശയല്ല സാർ, ഇതൊക്കെ നമുക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്നത്തെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ഇപ്പം ഒരു 10 രൂപ ഡീസലിന് വില കൂടി, അല്ല 5 രൂപ ഡീസലിന് കൂടി എന്ന് പറഞ്ഞാൽ ആ കാരണം പറഞ്ഞ ബാക്കപ്പിൽ ഇത്രയും ആളുകളുടെ ഇതുണ്ട്. ഇപ്പോഴത്തെ കോസ്റ്റ് ഓഫ് ലിവിങ്ങും എല്ലാം കൂടിയിട്ടുണ്ട്. പിന്നെ ഇന്ന് മാർക്കറ്റിൽ നിങ്ങൾ അതും മനസ്സിലാക്കണം. നിങ്ങൾ ചിലപ്പം റോഡ് സൈഡിലൂടെ പോകുമ്പോൾ നമ്മളൊക്കെ 200 രൂപ 210 രൂപയ്ക്കൊക്കെയാണ് ബിരിയാണി കോഴിക്കോട് വെക്കുന്നത്. ഇവിടെ 250 അതുണ്ടോ. നിങ്ങൾ 80 രൂപയുടെ ബിരിയാണിയുടെ ബോർഡും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആദ്യം കോമൺ സെൻസ് ഉദ്ദേശിച്ച് ചെയ്യും. ഇതിന് മാത്രമുള്ള ലാഭമുള്ള കച്ചവടമൊന്നുമല്ല. 80 റുപ്യക്ക് ബിരിയാണി വെക്കാൻ പറ്റിയാൽ നമ്മൾക്ക് എവിടെ എത്തണം? നമ്മൾ അംബാനിയെക്കാട് വലിയ ആൾക്കാരായിട്ടുണ്ടാവും. കാരണം ഞങ്ങൾക്ക് അത്രയും ബിരിയാണി ഡെയിലി വിൽക്കുന്ന. ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് കോസ്റ്റാണ്. കാരണം രാവിലെ പാളയം മാർക്കറ്റിൽ 1 കിലോ തക്കാളിക്ക് 35 രൂപ കൊടുക്കുകയാണെങ്കിൽ ഇതേ തക്കാളി വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് 9 രൂപയ്ക്കും കിട്ടും. അപ്പോൾ ഈ 9 രൂപയുടെ തക്കാളി വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. ഞാൻ അവരുടെ തൊഴിലാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പം ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ക്വാളിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ് വാട്ട് വി ചൂസ്. ഓക്കെ, ഇപ്പോൾ സ്കിൽഡ് ലേബർ നിങ്ങൾക്കറിയാം. നിങ്ങൾ എന്തിനാണ് സൂപ്പർ സ്പെഷ്യാലിസ്റ്റ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ പോകുന്നത്?
അവരുടെ അടുത്ത് ഫീ 750 രൂപയും 1000 രൂപയല്ലേ, നിങ്ങൾക്ക് 100 രൂപയുടെ GPയിൽ പോകാമല്ലോ. വൈ ആർ യു ഗോയിങ്? ബിക്കോസ് സ്കില്ല് വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റാഫിങ്ങിന് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ വി പേ ദം ഗുഡ്. ബിക്കോസ് എന്താ, ഹൈജീൻ നോക്കണം, ക്വാളിറ്റി നോക്കണം, അവരുടെ എക്സ്പീരിയൻസ് നോക്കണം. ഈ ഒക്കെ ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എക്സ്പെൻസീവ് ആവുന്നത്. ഇത് ഞങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ പറയല്ല, നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നാറുണ്ട്. നമ്മളെ ഷെഫ്സ് കോസ്റ്റിംഗ് ഒക്കെ ഇട്ട് തരുമ്പം എന്നോട് ചോദിക്കും, ഈ പൈസ കൊടുത്ത് ഇത് തിന്നോന്ന് ചോദിക്കും. കാരണം ചെറിയൊരു ഉന്നക്കായി, അതിൻ്റെ മുകളിലൊരു ഐസ്ക്രീം, അതിൻ്റെ മുകളിലൊരു തേനിടുമ്പോഴത്തേന് 300 രൂപ പറയുമ്പോൾ ഞാൻ അങ്ങനെ കൂട്ടും. അപ്പം വെച്ചാൽ ഈ ഉന്നക്കായി ഡയറക്റ്റ് കിട്ടില്ലല്ലോ, ഇതിൻ്റെ വാടക മുതൽ എല്ലാ കോസ്റ്റും ഞങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ നമ്മളൊരു 3-4 പാർട്ട്നേഴ്സൊക്കെ ഉണ്ടെങ്കിൽ 3-4 എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ട മാസം. അപ്പോൾ ഇതൊക്കെ ബാക്കി വന്നാലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതാണ് അതിൻ്റെ റീസൺ. അതുകൊണ്ട് എഫോർഡബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ വലിയൊരു ചലഞ്ച് തന്നെയാണ്. അത് എനിക്ക് ഒരിക്കലും പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. അങ്ങോട്ട് കൂടാന്നല്ലാതെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു രീതി നമുക്കറിയില്ല. അടുത്ത ചോദ്യം. ഇപ്പോൾ കലേഷടാ, നമ്മൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ രാവിലെ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ നല്ല ദോശയും തലേദിവസത്തെ തൈര് വടയൊക്കെ കിട്ടുന്ന നല്ല നല്ല കുറേ കുഞ്ഞു കുഞ്ഞു കടകൾ നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നല്ല പ്രായമുള്ള മനുഷ്യർ നടത്തിയിരുന്ന കടകളാണ്. അവരുടെയൊക്കെ മരണത്തോടു കൂടി ഇത് അങ്ങ് നിന്നു പോവാ. ഇപ്പോൾ പണ്ടൊരു ശേഖര പിള്ളേരെ കടയൊക്കെ കലേഷൻ അറിയാം. അവിടുത്തെ രാവിലെ നല്ല തൈര് വടയൊക്കെ കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ ഒരു വിക്രം എന്നായിരുന്നു പറഞ്ഞ് കഴക്കൂട്ടത്തൊരാളാണ്, നല്ല രസവടയൊക്കെ കിട്ടും. അപ്പൊ അവരുടെയൊക്കെ മരണത്തോടു കൂടി ഇതങ്ങ് നിന്ന് പോകും. ലൈക്ക് പല സ്ഥലങ്ങളിലും ക്വാളിറ്റി മോശം. ഇഡലിയുടെ കൂടെ പയറുകറി വിളമ്പായിരുന്നു. എന്തൊരു പയർ കൊണ്ട് എങ്ങനെ ഇത്രയും സ്വാദ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല സത്യം. ഇന്ന് വരെ ലോകത്താരും പയറിൽ അത്രയും ടേസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ 2 ലെയറിലുള്ള ചായ, 2 ലെയറിലുള്ള ചായ, ബിരിയാണി ചായ എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കടകൾ നമുക്ക് ഇപ്പൊ കൊല്ലത്താണെങ്കിലും മീനിട്ടുന്ന ഒരു അമ്മാവന്റെ കട, ഇത് ഇപ്പൊ അതില്ല. അങ്ങനെ പല സ്ഥലങ്ങളും ഇന്ന് അന്യം നിന്ന് പോകും. ഞാൻ മിസ് ചെയ്യുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. ജഗതിയിൽ ഒരു മാമൻ ഉണ്ടായിരുന്നു. ജഗതിയിൽ നമ്മൾ പിന്നെ DPI പോകുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു കട, നീല പെയിന്റ് അടിച്ച അഴിയൊക്കെ ആയിട്ട്. അവിടെ നിന്ന് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ ചിക്കൻ ചില്ലി വളരെ തുച്ഛമായ പൈസയ്ക്കാണ് പുള്ളി കൊടുത്തുകൊണ്ടിരുന്നത്. പുള്ളി തന്നെയാണ് കുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു സ്റ്റാഫും ഉണ്ട്. ആ ചിക്കൻ ചില്ലിയും ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു. തേങ്ങ ചിരകി ഇട്ടിട്ട് ഈ ചിക്കൻ ഫ്രൈയുടെ കൂടെ പൊരിച്ചെടുക്കുന്ന നമ്മുടെ പയ്യോളി കോഴി പൊരിച്ചതില്ലേ, ഗോപാലേട്ടൻ്റെ, അതുപോലത്തെ ഇവിടുത്തെ ഒരു റെസിപ്പിയായിരുന്നു. ഇത് കോപ്പിയൊന്നും അല്ല കേട്ടോ, മൂപ്പര് തന്നെ ഉണ്ടാക്കിയ റെസിപ്പിയാണ്. ആ സാധനം ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ നിന്ന് പോവുക. ആക്ച്വലി അവരുടെയൊക്കെ മരണം കൊണ്ട് അങ്ങ് നിന്ന് പോവുക. അപ്പൊ ഇതൊക്കെ നിലനിർത്താനായിട്ട് എന്തെങ്കിലും ഒരു പ്ലാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഷെഫ് നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ റെസിപ്പി സ്റ്റോറി, അത് പിന്നെ റെസിപ്പി നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതുപോലെ വരുമെന്നുള്ള കാര്യത്തിലാണ് ഒരു സംശയം. കാരണം ഈ അമ്മമാരുണ്ടാക്കി തന്ന സാധനം റീക്രിയേറ്റ് ചെയ്യാൻ ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുള്ള ആളാണ്. എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. അത് എന്തോ ഒരു മാജിക്കാണ്. അപ്പോൾ ഞാനത് വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ളൊരു ബാക്ടർ, നമ്മുടെ ഓരോ ബോഡിയിലും വളരുന്ന ബാക്ടേഴ്സ് ഉണ്ടാവും. അപ്പം നമ്മുടെ കയ്യിലെ അതിൻ്റെ ഞാൻ വായിച്ചു നോക്കിയാൽ കിട്ടിയതാണ്, അത് സത്യമാണോ എന്ന് അറിഞ്ഞൂടാ. നമ്മുടെ കയ്യിലുള്ള ബാക്ടേഴ്സ്, അപ്പം നമ്മൾ കൈ കൊണ്ട് ഇപ്പോഴാണ് ഈ ഹൈജീൻ മറ്റേ പ്ലാസ്റ്റിക് കവർ ഇടാൻ തുടങ്ങിയത്. അതിന് മുമ്പ് നമ്മൾ അമ്മമാരും പ്ലാസ്റ്റിക് കവറിൽ വാരി തന്ന എനിക്ക് ശീലമില്ല. നമ്മൾ കൈ കൊണ്ടാണ് നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്നത്. ഒരു ചമ്മന്തി അരച്ചു കഴിഞ്ഞാൽ തന്നെ അത് വടിച്ചെടുക്കുന്നതും അത് തട്ടിപ്പൊത്തി വെക്കുന്നതും നമ്മുടെ കൈ കൊണ്ടാണ്. ഒരു പക്ഷേ ആ ചമ്മന്തിക്ക് അത്രയും സ്വാദ് വരുന്നത് ആ ബാക്ടർ, നമ്മുടെ അമ്മയുടെ കയ്യിലുള്ള ആ ബാക്ടർ അതിനകത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്വാദ് കിട്ടുന്നത്. അതിനെയാണ് കൈപ്പുണ്യം എന്ന് പറയുന്നതാണ്. ഞാൻ ഒരു പ്രാവശ്യം എവിടെയോ വായിച്ചിട്ടുള്ളതാണ്. അതായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഉണ്ടാക്കുമ്പോൾ വരണ്ടേ അത്. കലേഷ് പറഞ്ഞ ആറന്മുള സദ്യ കഴിച്ച ഒരു ആറന്മുളക്കാരനാണ് ഞാൻ, പത്തനംതിട്ടക്കാരനാണ്. അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ കുറേ നാൾ മുമ്പ് സാഞ്ചിയിലേക്ക് പോകുമ്പോൾ, ഉത്തരേന്ത്യയിൽ പോയപ്പോൾ സാഞ്ചിയിലേക്ക് പോകുന്ന ഒരു ദാബയിൽ നിന്ന് ഒരു റൊട്ടിയും ചെറിയ ചമ്മന്തിയും അവരോട് കറിയും കഴിച്ചു. അതിൻ്റെ രുചിയാണ് നിങ്ങൾ പറഞ്ഞ പോലെ ഏറ്റവും പ്രിയപ്പെട്ട രുചിയായിട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. കാരണം ഈ ദാബ ഭക്ഷണം നമ്മൾ പൊതുവേ അധികം മാർക്ക് നമ്മൾ മലയാളികൾ കൊടുക്കാത്ത ഒന്നാണ്. പക്ഷേ എനിക്ക് ഈ ദാബകളിലെ ഭക്ഷണം ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പല ഉത്തരേന്ത്യയിലെ യാത്രകളും പഞ്ചാബിലും ഒക്കെ പോകുമ്പോൾ ദാബകളിലെ ഭക്ഷണത്തെ പറ്റി ഷെഫും സാറും ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളെല്ലാവരും വഹിക്കുമ്പോൾ നമുക്ക് ദാബകളിൽ പോകുമ്പോൾ നമ്മൾ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പല ദാബകളും നന്നായിട്ട് കാണാം. കാരണം ഒന്നാണ്, ദാബയിൽ എപ്പോഴും നിങ്ങൾക്ക് ചൂട് കിട്ടും. നല്ല ചൂടിലായിരിക്കും ദാബ തരുന്നത്. അപ്പോൾ ഫ്രഷായിട്ട് മുമ്പിലും ഉണ്ടാക്കുന്നു, അവിടുന്ന് തന്നെ ചൂടായിട്ട് കിട്ടുന്നു.
പിന്നെ ഈ ദാബയിൽ ഉണ്ടാക്കുന്ന ദാബ ഒരാൾ ഒരു പ്രൊഫഷണലി ഒരു ഷെഫ് മാത്രമല്ല, അയാൾ ജീവിതമാർഗവുമായിട്ടാണ്. നേരത്തെ കുറച്ച് മുമ്പ് ഇദ്ദേഹം ചോദിച്ചിരുന്നൊരു ചോദ്യമുണ്ട്, നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഈ ആളുകളുടെ മരണത്തോടു കൂടിയിട്ട് ആ കട തന്നെ നിന്ന് പോകുന്നത്, അല്ലെങ്കിൽ കടയിൽ പിന്നെ നിൽക്കാൻ പറ്റുന്നത്. ഒരു കാലത്ത് നമ്മളെല്ലാവരും ഉണ്ടാക്കിയിരുന്ന അല്ലെങ്കിൽ സാധാരണ കടകളിലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കാണാം, ഈ ആളുകൾ അവരുടെ ജീവിതമാർഗമായിട്ട് ഒരു ദിവസം എന്തെങ്കിലും അവരുടെ ഭക്ഷണം, വീട്ടിൽ നിന്ന് ഭക്ഷണം നടന്നു പോകും. അതുകൂടാതെ അവർക്ക് ചെറിയ എന്തെങ്കിലും വരുമാനം കിട്ടും. അതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക ചെയ്യുക. എന്നുവെച്ചാൽ ആ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ അവരേനെ അരച്ച് അവരേനെ ഉണ്ടാക്കി ഇതുണ്ട്. ഇന്ന് അങ്ങനെ നിലനിൽക്കാൻ കഴിയില്ല. ഒന്ന്, പുതിയ നിയമം അനുസരിച്ച് തന്നെ, ഫുഡ് സേഫ്റ്റി നിയമം അനുസരിച്ച് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ പാലിച്ചുകൊണ്ടേ ബിസിനസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത് ഒരാൾക്കും ഇന്ന് നിലനിൽക്കുന്ന ചെറുകിട കടക്കാർക്ക് ഇനി നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഒരു കാരണവശാലും പൈസ മാത്രമല്ല, അതിൽ വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാക്കണമെങ്കിൽ നിങ്ങളൊരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം നിർബന്ധമാണ് ഫുഡ് സേഫ്റ്റി അനുസരിച്ചിട്ട്. അപ്പോൾ ഫുഡ് സേഫ്റ്റി അനുസരിച്ച് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണമെങ്കിൽ എന്താണ്, നമ്മൾ അതിലേക്ക് അതിന് വേണ്ട രീതിയിലുള്ള റിഫ്രിജറേറ്റർ സിസ്റ്റം കൊണ്ടുവരണം. അത് ഇലക്ട്രിസിറ്റി കൺസംഷൻ ഉണ്ട്, അതിന് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഫ്ലോറ് നീറ്റായി വെക്കണം. പണ്ട് ഫ്ലോർ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. നിങ്ങൾക്ക് ചാണകം മെഴുകിയ സ്ഥലത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാം, ഇന്നങ്ങനെ പറ്റില്ല. ടൈലുണ്ടായിരിക്കണം, ടൈല് പൊട്ടാൻ പാടില്ല. ഇങ്ങനെ ഓരോന്നും നോക്കി വരുമ്പോഴത്തേക്കും ഇവന് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുകയും സാധാരണ ഒരാൾക്ക് പണ്ടുണ്ടായിരുന്ന പോലെ ജീവിതമാർഗമായിട്ട് ചെയ്തിരുന്നൊരു സാധനത്തിന് അവൻ്റെ താല്പര്യപൂർവ്വവും അവൻ പാരമ്പര്യമായിട്ട് ശീലിച്ച ശീലങ്ങളും ഇന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരും. അപ്പോൾ പുതിയൊരു തലമുറ അവൻ്റെ ജീവിതം വരേക്ക് അവൻ അങ്ങ് തള്ളിക്കൊണ്ടുപോകും. ഇന്ന് നമുക്കറിയാം, ചെറുകിട വ്യാപാര മേഖല ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നതാണ്. താങ്കൾ ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റും. ചെറുകിട വ്യാപാര മേഖലയിലുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കാം, ഇവിടെ പൂട്ടിക്കൊണ്ടിരിക്കുക അവർ. ഏറ്റവും കൂടുതൽ ചെറുകിട വ്യാപാര മേഖല ഹോട്ടലായാലും, പണ്ട് ഒരാൾ ഹോട്ടൽ ചെറുതായിട്ട് തുടങ്ങി വിജയിപ്പിക്കുക, ഇന്ന് പറ്റില്ല. ഇന്ന് അതിൻ്റെ പുറകിൽ വലിയൊരു ഫിനാൻസ് ഇതുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് ഹോട്ടൽ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ദാബയ്ക്ക്. എന്താണെന്ന് വെച്ചാൽ ദാബ ഇന്നും അത് നിലനിൽക്കുന്നത് ഈ പാരമ്പര്യമായിട്ടുള്ള രീതിയിൽ അവർ തന്നെ പണിയെടുക്കുന്നു, അവർ തന്നെ ഉണ്ടാക്കുന്നു, അവർ തന്നെ ഓണർ, അവർ തന്നെ തൊഴിലാളി, അവർ തന്നെ ചെയ്യുന്നു. അവിടെ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസിനും അതിൻ്റെ ഫ്രഷ്നെസ്സിനും ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ റോഡ് സൈഡിലുള്ള തട്ടുകടയിൽ കൂടെ പോയി കഴിഞ്ഞിട്ട് നമ്മളൊരു ഓംലേറ്റോ ദോശയൊന്നും കഴിച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓംലേറ്റ് അപ്പോഴെ ഫ്രഷ് അടിക്കുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ഫുഡ് പോയ്സണിങ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് സാൽമോണല്ല ബാക്ടീരിയ വെച്ചാൽ എഗ്ഗിൽ നിന്നൊക്കെ വരുമ്പം എഗ്ഗിൽ തൊട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ്. എഗ്ഗ് തൊട്ട് കഴിഞ്ഞാൽ വേറൊന്നും എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ ദാബയിൽ എന്താ വരാത്തതെന്ന് വെച്ചാൽ ദാബയിൽ ടൈം കൊടുക്കുന്നില്ല, അപ്പം തന്നെ ഉണ്ടാക്കുക. ബാക്ടീരിയ പ്രവർത്തിക്കണമെങ്കിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് സമയം വേണം, ഒന്ന് അതിന് ഫുഡ് വേണം, അതിൻ്റെ ഈർപ്പം വേണം. ഇതങ്ങനെ പല സംഗതികളുണ്ടല്ലോ. അപ്പോൾ ഇതിൽ കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ദാബയിൽ പോലും നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അവിടെ ചിലപ്പോൾ ഡാളും റൊട്ടിയും അല്ലെങ്കിൽ എന്തെങ്കിലും സബ്ജിയോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഡാള്, റൊട്ടി, സബ്ജി. ആ നോർത്ത് ഇന്ത്യൻ ബേസിലുള്ള ദാബയിൽ നിന്ന് കഴിക്കുക എന്നുള്ളത്. പുളിപ്പില്ലാത്ത തൈരും കിട്ടും. അത് ഭയങ്കര ഗംഭീരമാണ് സാർ. അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, അവർ സ്വയം ഉണ്ടാക്കുന്നൊരു സാധനം എന്നുള്ളത്. അതിൽ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഈ ഡൽഹിയിൽ പൊറാട്ടവാല ഗല്ലി എന്ന് പറഞ്ഞിട്ട്, പൊറാട്ടവാല ഗല്ലി എന്ന് അതിൻ്റെ പേര്. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ദാബ സ്റ്റൈലിൽ ഒരു ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ട്. ഞാൻ എല്ലാ യാത്രയിലും അവിടെ പോയി കഴിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവിടെ പോയി കഴിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ നോക്കാൻ പറ്റില്ല. ഈ ഇന്ത്യ രാജ്യത്ത് ഏതൊക്കെ കോലത്തിൽ എന്തൊക്കെ ജാതി എലികളുണ്ട് എന്നുള്ളത് അവിടെ കണ്ടാൽ അറിയാം. അടി കൂടെ ഇങ്ങനെ ഓടും. അപ്പം ഞാൻ അവിടെ പോയി അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇത്രയും സാധനം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇതെങ്ങനെ ഇത്ര ഹൈജീനിൽ ഫുഡ് കൊടുക്കുന്നത്? ക്യൂ ആണ്, ആളുകൾ ക്യൂ നിൽക്കുക. പക്ഷേ അവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു പോയിന്റ്, ഷെഫ് പറഞ്ഞ പോലെ എക്സ്പോഷർ ഇല്ല ബാക്ടീരിയ. കാരണം അവർ തന്നെ ഉണ്ടാക്കുന്നത് നല്ല ചൂടോടെ, അതായത് പറാട്ട മാത്രം വിൽക്കുന്ന കട, അതായത് വേറെ ഒന്നും കിട്ടില്ല അവിടെ. നിങ്ങൾ പോയിട്ട് അതിൻ്റെ സൈഡ് ഡിഷ് വരെ കിട്ടില്ല. പറാട്ട ഇങ്ങനെ ചൂടോടെ ഒരു ചട്നി ഉണ്ടാവും, പ്ലേറ്റിൽ ഇങ്ങനെ ഇട്ടു സ്റ്റഫ്ഡ്, നമ്മൾ ആലുവൊക്കെ വെച്ചിട്ട് അസാധ്യ ടേസ്റ്റാണ്. നിങ്ങൾ പറയാന്നുണ്ടെങ്കിൽ ഒരു 3-4 എണ്ണമൊക്കെ സൂപ്പറായിട്ട് കഴിക്കും. എൻ്റെ ഒരു മാസത്തിൽ ഞാൻ പറഞ്ഞാൽ 3-4, നിങ്ങൾ എന്തായാലും 2 എണ്ണം എന്തായാലും കഴിക്കും. നല്ല കട്ട തൈരും ഒരു അച്ചാറും ഉണ്ടാവും. അപ്പം അവിടെ നല്ല അതിൻ്റെ എക്സ്പെർട്ടീസാണ്, അതായത് അതിൻ്റെ ചൂടും ആ കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു സാറിൻ്റെ ഒരു കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. സാറിന് അന്ന് ആ മനസ്സിൽ ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ, ചില സമയത്ത് ചില റെസ്റ്റോറൻറ്റുകളിൽ അല്ലെങ്കിൽ ചില സ്പോട്സിൽ
വയറിങ്ങനെ വിശന്ന് കാണാന്നറിയല്ലോ നമ്മളെ ഇതിൽ പറയുമ്പോൾ തന്നെ ഇനി എന്താ പറയുക നിങ്ങൾ കത്തുക, അങ്ങനെ ഞങ്ങളവിടെയൊക്കെ അങ്ങനെ പറയാം, കത്തിയിട്ട് വയ്യ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ റാസാക്കാന്ന് പറയും. ഞങ്ങൾക്കും റാസാവില്ല വിശക്കുമ്പോഴാണ്. ആ ഒരു മൂഡിൽ പോയി കഴിക്കുന്ന ഏത് ഭക്ഷണവും നിങ്ങളെ മെമ്മറിയിലുണ്ടാവും. അപ്പോൾ ടേസ്റ്റ് അല്ല അവിടെ അത്. അപ്പം ദാബയെ പറ്റി പറയുന്നത്, ദാബയുടെ മെയിൻ സക്സസ് എന്താണെന്ന് വെച്ചാൽ 1-2 പ്രോഡക്ട്സ് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. നമ്മളെ പോലെ ഒരു മൾട്ടി കുസീൻ സ്റ്റൈലല്ല. ഇപ്പം നമ്മളെ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ വന്ന് ഓർഡർ ചെയ്താൽ നിങ്ങൾ 5 പേര് 5 ഡിഷസാണ് പറയുക. ആ 5-ൽ 3 ഡിഷ് ചിലപ്പോൾ ആദ്യം അവിടെ പ്രിപ്പയർ ചെയ്ത് ഹോട്ട് പ്ലേറ്റിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടാവും. മറ്റുള്ള 2 ഫുഡ് വരുമ്പോൾ ആ ടൈമിംഗ് ഒക്കെ എത്തി നിങ്ങളവിടെ എത്തും. പിന്നെ ഇന്നത്തെ കാലത്ത് തന്നെ എല്ലാം ഇൻസ്റ്റാഗ്രാമുകളാണ്. ഇപ്പം നമ്മളെ ടേബിളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് പോയാൽ വരെ എനിക്കിത് തിന്നാൻ കിട്ടണമെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയും. കാരണം മോളെടുത്ത് കഴിയണം, പിന്നെ വൈഫ് എടുത്ത് കഴിയണം. ഈ വീഡിയോ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാലേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. ഈ 5-10 മിനിറ്റ് മതി നമ്മുടെ AC-യിൽ ഈ സാധനം ഉണങ്ങിപ്പോയി ഒന്നൊന്ന് ശോഷിച്ച് മൂപ്പര് വന്ന സ്റ്റൈൽ ഉണ്ടാവില്ല പിന്നെ കഴിക്കുമ്പോൾ. അപ്പം ഇതൊക്കെ വലിയ മാറ്റേഴ്സാണ്. പക്ഷേ ദാബയിൽ പോകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അറിയാലോ അങ്ങനെയല്ല. അപ്പോൾ ഫ്രഷ് ആ ഫുഡിൻ്റെ കൺസിസ്റ്റൻസി എല്ലാം അതിൻ്റെ ഹീറ്റിങ്ങിലും ഇതിലൊക്കെയാണ്. അതാണ് വൺ ഓഫ് ദ റീസൺ. ഈ നമ്മൾ ഇത് സമയത്ത് നിർത്തേണ്ട ഒരു ആവശ്യം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ സമയം നോക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ 3 തീറ്റക്കാരെയും ഈ 3 പിന്നെ രുചികളെ സ്നേഹിക്കുന്ന ആൾക്കാരെയും ഇത്രയും നേരം സഹിച്ചതിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഓരോ വർഷവും ഗംഭീരമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. മാതൃഭൂമിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി.